ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിയുടെ ശാന്തതയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 47ാമത്തെ ക്ലാസ്സിലേക്കാണ് 2025 ഡിസംബർ മാസം 16-ാം തീയതി നാം പ്രവേശിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ നാം ചിന്തിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച സാത്താനിക മഹോത്തരവും എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ അന്ന് ശുശ്രൂഷ ചെയ്യുന്ന രണ്ട് സാക്ഷികൾ ആരാകുന്നു, അവരുടെ ശുശ്രൂഷ എന്താകുന്നു എന്നതിനെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ വെളിപ്പാട് പുസ്തക പഠനം അധ്യായത്തിൻ്റെ ക്രമം അനുസരിച്ച് പഠിച്ചാൽ അതാർക്കും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുവാനായിട്ട് ഇടയാത്തതുണ്ട്. അതിനകത്ത് കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയും ദൈവസഭ എടുക്കപ്പെടലും എന്നുള്ള വിഷയത്തെ ആധാരമാക്കി നാം ചിന്തിച്ചത് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചിന്തിച്ചത്. ഇതിനെ അംഗീകരിക്കാൻ കഴിയാതിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം പുനരുത്ഥാന നിരകളെക്കുറിച്ചും നമുക്ക് ലഭിക്കുന്ന തേജസ്സിനെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാടുകൾ ഇല്ലാത്തവർക്കാണ് ഇത് ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കാത്തത്. അപ്പോൾ 1 കൊരിന്ത്യർക്ക് ലേഖനം 15-ാം അധ്യായം അത് വളരെ വ്യക്തമായി പുനരുത്ഥാനങ്ങളെക്കുറിച്ചുള്ള തേജസ്സിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെളിപ്പാട് പുസ്തക വ്യാഖ്യാനത്തിന് ഒരിക്കലും ദാനിയേൽ പ്രവചന പുസ്തകമായിട്ട് മാത്രം ഇരുന്ന് പഠിച്ചാൽ അതിനകത്തെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കത്തില്ല. വെളിപ്പാട് പുസ്തക പഠനം എന്നുള്ളത് ദാനിയേൽ പുസ്തകമായിട്ടുള്ള കമ്പാരിസൺ സ്റ്റഡി അല്ല എന്നുള്ളത് ഇതിനോടകം നിങ്ങൾക്കത് മനസ്സിലായി കാണും എന്നുള്ളത് ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. അപ്പം ഈ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ അതിൻ്റെ 34-ാം വാക്യത്തിൽ പറയുന്ന നീതിക്ക് നിർമ്മതരായി ഉണരുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ, ചിലർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല, ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നു. അതിന് ശേഷമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന 35 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് പുനരുത്ഥാനത്തെക്കുറിച്ചും പുനരുത്ഥാനാനന്തര തേജസ്സിനെക്കുറിച്ചുമുള്ള കാര്യങ്ങളാണ്. ഈ 1 കൊരിന്ത്യർക്ക് ലേഖനം 15-ാം അധ്യായം 35 മുതൽ അതിൻ്റെ 49 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ചിലർക്ക് ഇതേക്കുറിച്ച് പരിജ്ഞാനമില്ല, ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി, ചിലർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ലെന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ലെന്നതിൻ്റെ അർത്ഥം ദൈവിക വചനത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ല. അതുകൊണ്ടാണ് സാങ്കല്പിക കാര്യങ്ങളിൽ പലരും കുടുങ്ങിക്കിടക്കുന്നത്, സങ്കല്പങ്ങളിലാണ് കിടക്കുന്നത്. നമുക്കറിയാം, മണിയറയെക്കുറിച്ചൊക്കെയുള്ള പഠനമൊക്കെ സങ്കല്പങ്ങളാണ്, അത് ബൈബിളിലുള്ള കാര്യങ്ങളെ അല്ല. എന്നാൽ അതിനോടുള്ള ബന്ധത്തിൽ ആ പ്രബലമായ പഠനത്തെ ആരും ചോദ്യം ചെയ്യാതെ അത് അങ്ങ് ശിരസാവഹിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെ സങ്കല്പങ്ങളിൽ കിടക്കാനുള്ളവരല്ല ദൈവമക്കൾ. അതിൻ്റെ സമയത്ത് ദൈവം വെളിപ്പെടുത്തുന്ന സത്യങ്ങളെ ഗ്രഹിച്ചെടുക്കുകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ പുനരുത്ഥാനാനന്തര സ്വർഗീയ തേജസ് ഭൗമിക തേജസ് പ്രാപിക്കുന്നവരാരൊക്കെയാണെന്ന് വായിച്ച് മനസ്സിലാക്കി അത് ഒന്ന് ഉള്ളിൽ ഗ്രഹിച്ചു വയ്ക്കുന്നത് നമ്മുടെ ഈ പഠനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് നന്നായിരിക്കുന്നത് പരിജ്ഞാനം തികയുന്ന ദൈവജനങ്ങളാണ്. എന്താണ് മനുഷ്യൻ ലഭിക്കുന്ന പുനരുത്ഥാനം? ആ പുനരുത്ഥാനിൽ ഏതിലാണ് നാം ഉൾപ്പെടുന്നത്? നമുക്ക് ലഭിക്കുന്ന തേജസ് എന്താണ്? എല്ലാവർക്കും ഒരു തേജസ്സും അല്ല ലഭിക്കുന്നത്. അതിൽ ഭൗമിക തേജസ്സുണ്ട്, സ്വർഗീയ തേജസ്സുണ്ട്. ഭൗമിക ശരീരങ്ങളുടെ തേജസ് വേറെ, സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ. ഇവിടെ തേജസ് ലഭിക്കുന്നതിനെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തേജസ്സിനെക്കുറിച്ച് ഞാനൊന്ന് പറയുന്നത് സംശയം മാറാൻ വേണ്ടിയാണ്, ഒന്നുകൂടി അത് ഗ്രഹിക്കാൻ വേണ്ടിയാണ്. തേജസ് ഇല്ലാതെ ഉയർത്തപ്പെടുന്നവരുണ്ട്, അതിൻ്റെ നരകാഗ്നിയിലേക്ക് പോകുന്നവർ. നരകാഗ്നിയിൽ പോകുന്നവർക്ക് തേജസ്സിൻ്റെ ആവശ്യമില്ല, അവർക്ക് കൊടുക്കത്തില്ല. അവർ ലജ്ജയ്ക്കായിട്ടാണ് എഴുന്നേറ്റ് വരുന്നത്. എന്നാൽ പൊതുവാന ഭൂമിയിൽ നിത്യജീവൻ യോഗ്യരായിട്ടുള്ളവർ അവർ ഒടുക്കത്തെ നാളിൽ പുനരുത്ഥാനം പ്രാപിച്ച് അവർ ദൂതതുല്യരായിട്ട് പ്രവേശിക്കുന്നത് ഭൗമിക തേജസ്സോടെ ബന്ധത്താണ്. അപ്പോൾ അവർ നിത്യജീവൻ യോഗ്യമുള്ളവരാണ്. അവരുടെ പേരുകളാണ് ജീവപുസ്തകത്തിൽ പേരുള്ളത്. അവരാരും തന്നെ സ്വർഗാസ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നില്ല, ഭൗമിക തേജസ്സേ അവർക്കുള്ളൂ. അതുകൊണ്ടാണ് ഭൗമിക തേജസ് വേറെ, സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ എന്ന് പറയുന്നത്. അപ്പോൾ സ്വർഗീയ ശരീരങ്ങളും ഭൗമശരീരങ്ങളുമുണ്ട്. 15-40 സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമശരീരങ്ങളുടെ തേജസ് വേറെ. രണ്ട് തേജസ്. അപ്പം ഭൗമിക ശരീരങ്ങളുടെ തേജസ് ആർക്കാണ് പ്രാപിക്കുന്നത്? ഭൂമിയിൽ, പൊതുവാന ഭൂമിയിൽ ജീവിക്കാനുള്ളവർക്കാണ്. ഇപ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് തേജസ് വേണ്ട. അപ്പോൾ പൊതുവാന ഭൂമിയിൽ ജീവിക്കാൻ, ദൂതതുല്യരായിട്ട് ജീവിക്കാൻ വേണ്ടവർക്കാണ് ഭൗമിക തേജസ്സുകൾ തേജസ് ലഭിക്കുന്നത്. അവർ ഒടുക്കത്തെ നാളാണ് പുനരുത്ഥാനം പ്രാപിക്കുന്നത്. അതുവരെ അവരാരും ഉണരത്തില്ല. എന്നാൽ സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് പ്രാപിക്കുന്നതിൽ 4 കൂട്ടരുണ്ടെന്നുള്ളത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സൂര്യൻ്റെ തേജസ് വേറെ,
ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു. ഇത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. മരിച്ചവരുടെ പുനരുത്ഥാനം ഇങ്ങനെയാണെന്നാണ്. ഇത് എങ്ങനെയാണ് ഇതിനെ ഈ തേജസ് കിട്ടുന്നത്? സൂര്യ തേജസ്സുണ്ട്, ചന്ദ്ര തേജസ്സുണ്ട്, നക്ഷത്ര. അതിൻ്റെ കാരണം ഇതൊന്നും വായിച്ചിട്ട് ഗ്രഹിക്കാത്തത് കൊണ്ടാണ്, മനസ്സിലാകാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ പഠിച്ചു പോകുന്ന കാര്യങ്ങൾ വചനാടിസ്ഥാനത്തുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. വചനവിരുദ്ധമായൊരു കാര്യമല്ല ഞാൻ എൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും പുസ്തകത്തിൽ നിന്നോ ആരെങ്കിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ എടുത്തോ അല്ല പഠിപ്പിക്കുന്നത്. ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെയാണ് യഥാവിധം അതിനെ യോജിപ്പിച്ചെടുക്കുക എന്നത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. മറ്റൊന്നും ഞാൻ ചെയ്യുന്നില്ല. ദൈവാത്മാവ് എനിക്ക് തന്നിരിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം അതിനെ ഈ പറയുന്ന കാര്യങ്ങളോട് ബന്ധപ്പെടുത്തി എവിടെയെല്ലാമാണ് അതിനെ യോജിച്ചു പോകുന്ന അതിനെ യോജിപ്പിച്ച് പഠിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. മറ്റൊന്നും ഇവിടെ ചെയ്യുന്നില്ല. സാങ്കല്പികത കൊണ്ടുവരുന്നില്ല. ഞാൻ സങ്കല്പിച്ച് പഠിപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ ഒന്നും തന്നെ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിടുന്നില്ല. ഇതിൻ്റെ അകത്തുള്ളത് മാത്രമല്ലാതെ ഇന്ന് വരെ ഞാൻ പഠിപ്പിച്ചതിൻ്റെ അകത്ത് ആർക്കെങ്കിലും ഞാൻ അധികമായി ദൈവത്തിൽ നിന്ന് കൂട്ടിച്ചേർത്തെന്നോ കുറച്ചൊന്നോ ആർക്കും പറയാൻ കഴിയാത്ത വിധത്തിൽ കൂട്ടുകാരെയും കുറയ്ക്കാതെയും എങ്ങനെയാണോ ദൈവം എഴുതിയിരിക്കുന്നത് അതനുസരിച്ച് അറിയാം. ഏതെങ്കിലും വിഷയം എനിക്ക് അറിയത്തില്ലെങ്കിൽ അതറിയത്തില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് മാറിപ്പോവും. അതല്ലെങ്കിൽ ഞാൻ എൻ്റെ അഭിപ്രായം അവിടെ പറയുകയും ചെയ്യുള്ളൂ എന്ന് പ്രത്യേകം ഒന്നുകൂടെ ഓർത്തിരിക്കണമെന്നായിരിക്കും. ഇതിനെ പറയാൻ കാരണം പലരും അതിനെ ചോദ്യം ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള എങ്ങനെയാണ് തേജസ് എങ്ങനെ പഠിപ്പിക്കുന്നത്, എങ്ങനെയാണ് അതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത്, വെളിപ്പാട് 12 എങ്ങനെ വ്യാഖ്യാനിക്കപ്പെടാൻ പറ്റുമോ, അതിനുള്ള സാധൂകരിക്കുന്ന വാക്യങ്ങൾ എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഇതിനകത്തെല്ലാം അതിനെ അംഗീകരിക്കാൻ പറ്റുന്നതായ വാക്യങ്ങളുണ്ട്. പിന്നെ ഒറ്റ കാര്യം ചെയ്താൽ മതി, വളരെ കൂളായിട്ട് ഈ പറയുന്ന വാചനങ്ങൾ മുഴുവൻ കേൾക്കുക. കേട്ടതിന് ശേഷമായി അത് ശരിയാണോ തെറ്റാണോ എന്ന് അപഗ്രഹിച്ചെടുക്കുക. പക്ഷെ പലരും പുസ്തകം വായിക്കത്ത് പോലുമില്ല, കേൾക്കത്ത് പോലുമില്ല. പക്ഷെ അവരുടെ മുൻവിധിയിൽ വേഗത്തിൽ തന്നെ അതിനെ എതിർക്കുന്നതായിട്ട് ഉള്ള അനുഭവമുണ്ട്. അത് ചെയ്യരുത്. അങ്ങനെ എതിർക്കാതെ ഈ പറയുന്നതിനകത്ത് കാര്യമുണ്ടോ, പതിരാണോ, ഇതിനകത്ത് എല്ലാം ഉണ്ടോ എന്നുള്ളത് ഒന്ന് കേട്ടതിന് ശേഷമായിരിക്കണം പ്രതികരിക്കേണ്ടത് എന്നുള്ളത് വിനയപുരസ്സരം ഞാൻ ഒരിക്കൽ കൂടി ഈ യൂട്യൂബിൽ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളോടും ഞാൻ വിനയത്തോടെ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ന്യായമായിട്ടുള്ള ചോദ്യങ്ങൾ ഉയരാവുന്നതാണ്. ഉയർന്നു കഴിഞ്ഞാൽ അതിനുള്ള മറുപടികൾ നൽകുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്, ഉത്തരവാദിത്വമുള്ളവനാണ്. അത് നിശ്ചയമായിട്ടും ആ മറുപടി നൽകുന്നതായിരിക്കുമെന്ന് വിശേഷാൽ ഓർപ്പിക്കുന്നു. അത് നിങ്ങൾ ചോദിച്ചാൽ മതി, നിശ്ചയമായിട്ടും അതിനുള്ള മറുപടി നൽകും. പക്ഷെ അത് അറിയുമ്പോൾ, അത് അറിയിക്കുമ്പോൾ, പറയുമ്പോൾ അതങ്ങനെയാണെന്ന് മനസ്സിൽ തെളിവായി കഴിഞ്ഞാൽ ദയവായിട്ട് മനസ്സിലായി എന്ന് പറയുന്ന ഒരു പൊതു മര്യാദ കൂടി എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഇത് സാമാന്യമായിട്ടുള്ള കാര്യം, എനിക്കൊരു കാര്യം മനസ്സിലായി അത് എന്നുള്ളത് പറയുന്നത് ഉചിതമായിരിക്കും. ഇനി അത് പറഞ്ഞില്ലെങ്കിലും എനിക്ക് സാരമില്ല, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാകണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇപ്പോൾ ഈ തേജസ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇവിടെ 1:15 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ സൂര്യതേജസ്സുണ്ട്, ചന്ദ്രതേജസ്സുണ്ട്, നക്ഷത്ര തേജസ്സുണ്ട്, നക്ഷത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള തേജസ്സുണ്ട്. അങ്ങനെ തേജസ്സിൻ്റെ 4 ഗണങ്ങളുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15 അധ്യായത്തിലെ അതിൻ്റെ 35 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് പുനരുത്ഥാനങ്ങളെക്കുറിച്ച് പഠിക്കുക. ദൈവം അനുവദിച്ചാൽ വെളിപ്പാട് പുസ്തക പഠനത്തിന് ശേഷമായിട്ട് മരണ പുനരുത്ഥാനങ്ങളെക്കുറിച്ചുള്ള പഠനം നടത്തുവാൻ താല്പര്യപ്പെടുന്നുണ്ട്. കാരണം ഇതൊക്കെ അറിയുന്നത് നല്ലതാണ്. പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്, ചിലപ്പോൾ അതെല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാകത്തില്ല. എന്നാൽ അത് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള പഠനം നടത്താനും കർത്താവിൽ താല്പര്യപ്പെടുന്നുണ്ട്. ദാനിയേൽ പ്രവചനത്തിൻ്റെ പുസ്തകം നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്. അത് താല്പര്യമുള്ളവർക്ക് അത് കേൾക്കാം. അതിനകത്ത് സമയം കിട്ടുമ്പോൾ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയമുള്ളപ്പോൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ സമയമുണ്ടെങ്കിൽ കേൾക്കുക. ദാനിയേൽ പ്രവചനത്തെക്കുറിച്ച് ക്ലാസ് ഉണ്ട്, എബ്രായർക്കെഴുതിയ ലേഖനത്തെക്കുറിച്ച് ക്ലാസ് കിടപ്പുണ്ട്, യോഹന്നാൻ എഴുതിയ സുവിശേഷത്തെക്കുറിച്ച് ക്ലാസ് ഉണ്ട്, ഉൽപ്പത്തി പുസ്തകത്തെക്കുറിച്ച് ക്ലാസ്സുകളുണ്ട്. ഇത് ഇങ്ങനെ നമുക്ക് ലഭിച്ചിരിക്കുന്നെല്ലാം ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് താല്പര്യമുള്ളവർക്ക് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളെ എടുത്ത് വേണ്ട വിധത്തിൽ അത് പഠിക്കണമേ എന്ന് വിനീതമായിട്ട് അപേക്ഷിച്ചുകൊണ്ട് ഈ സാത്താനിക മഹോപദ്രവത്തിൽ ഉള്ള വിഷയത്തോടുള്ള ബന്ധത്തിലെ 2 സാക്ഷികൾ ആരാകുന്നു എന്നുള്ളതിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഈ പറയുന്ന പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്ന പ്രബലമായ ചിന്താഗതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതികളാണ്. അതുകൊണ്ട് എല്ലാവരും ഇതിനെ പെട്ടെന്ന് തന്നെ അംഗീകരിക്കത്തില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്, അറിയാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിനെ നമ്മൾ കോട്ടിക്കളയരുത്. നമ്മളതിനെ നൂറ്റാണ്ടുകളോളം പഴക്കവും
പഴക്കമുള്ള ചിന്താഗതികളെ തിരസ്കരിച്ച് മറ്റൊന്ന് സ്വീകരിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാനായാലും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. പെട്ടെന്ന് അതിനെ തിരസ്കരിച്ച് മറ്റൊന്ന് ഇതിലേക്ക് വരാൻ കഴിയത്തില്ല. അതിന് നിരവധി സംശയങ്ങളുണ്ടാകും, ചോദ്യങ്ങളുണ്ടാകും. അതൊക്കെ സ്വാഭാവികമാണ്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇത് വെളിപ്പെടുത്തി തരുവാൻ ഞാൻ ആത്മാർത്ഥമായി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. അത് അങ്ങനെ ക്ലിയർ ആകേണ്ടവർക്ക് അത് ക്ലിയറായി കിട്ടാൻ ദൈവം ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് വളരെ പ്രബലമായി നിൽക്കുന്ന ഒരു ചിന്താഗതികൾക്ക് അതങ്ങനെയല്ല എന്ന് അത് ചിന്തിക്കുന്നത് മറ്റൊന്ന് അവർ പഠിപ്പിച്ച തെറ്റാണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. അത് അങ്ങനെ ആയിരുന്നില്ല. ഇതിപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ വചനാടിസ്ഥാനത്തിൽ ഇങ്ങനെയാണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത് ഗ്രഹിക്കാൻ വേണ്ടിയാണ് നമ്മളതേക്കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ ഈ സാത്താനിക ഭഗവദ്രൂപത്തിൽ 3.5 വർഷം 2 സാക്ഷികൾ ശുശ്രൂഷയ്ക്ക് ഉണ്ടായിരിക്കും എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അപ്പം അതിന് ആധാരമായിട്ട് എടുക്കുന്നത് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായമാണ്. 11-ാം അധ്യായത്തിലെ അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അതിൻ്റെ ചിന്തിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം 12-ാം അധ്യായത്തെ വായിച്ചപ്പോൾ മണലിന് മേൽ സാത്താൻ വന്ന് നിൽക്കുമ്പോൾ യുദ്ധം ചെയ്യുന്നത് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോടാണെന്ന് നമ്മളത് ചിന്തിച്ചിരുന്നു. ആ 2 സാക്ഷികൾ ആരാകുന്നു എന്നുള്ളത് ഇപ്പോൾ നിലനിൽക്കുന്ന പ്രബലമായിട്ടുള്ള നിലനിൽപ്പുള്ള സാക്ഷികളോട് ബന്ധത്തിൽ പഠിപ്പിക്കുമ്പോൾ അത് മോശയും ഏലിയാവുമാകുന്നെന്ന് ഒരു കൂട്ടർ വാദിക്കുന്നു. അവർ ചെയ്ത ശുശ്രൂഷയുള്ള ബന്ധത്തിൽ മോശയും ഏലിയാവുമാകുന്നു എന്നാണ് ഒരു കൂട്ടർ പഠിപ്പിക്കുന്നത്. മറ്റൊരു കൂട്ടർ അഭിപ്രായത്തിൽ ഇത് മരണം കാണാതെ എടുക്കപ്പെട്ട ഹാനൂക്കും ഏലിയാവുമാകുന്നെന്നും അവർ വീണ്ടും വന്ന് മരിക്കുന്നവരാണ്, മരിക്കണം, അതുകൊണ്ട് അവർ ഈ സാത്താനിക മഹോദ്രവത്തിൽ അവർ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള 2 ചിന്താഗതികൾ. ഇതല്ലാതെ മറ്റെന്തെങ്കിലും ചിന്താഗതി ഉണ്ടോ എന്നെനിക്കറിയത്തില്ല. എന്നാൽ ഈ 2 ചിന്താഗതികളും നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ അത് ശരിയാണ് എന്നങ്ങ് തോന്നിപ്പോകും. കാരണം ഇവിടെ അവർ ചെയ്തിരിക്കുന്ന ശുശ്രൂഷയുള്ള ബന്ധത്തിൽ അത് മോശ ചെയ്തതും ഏലിയാവ് ചെയ്തതുമായ ശുശ്രൂഷകളാണ് എന്നുള്ളത് വേഗത്തിൽ മനസ്സിലാക്കുമ്പോൾ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ അങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെയാകാം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ചിന്ത വരികയും അത് ശരിയാണെന്ന് നമ്മൾ അത് ധരിച്ചു വയ്ക്കുകയും ചെയ്യും. അത് തെറ്റല്ല, അങ്ങനെയാണെന്ന് നമ്മൾ ധരിക്കും. പക്ഷേ അതങ്ങനെ അല്ല എന്നുള്ളത് വെളിപ്പെട്ട് വരുമ്പോഴേ ഈ പറയുന്ന കാര്യങ്ങൾക്ക് മാറ്റം വരികയുള്ളൂ. അപ്പോൾ ഇങ്ങനെ അവർ ചെയ്ത ശുശ്രൂഷയുടെ ബന്ധത്തിൽ മോശയും ഏലിയാവും ആകുന്നു എന്നുള്ളത് പഠിപ്പിക്കാനുള്ള പ്രധാന കാരണങ്ങൾ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 5-ാം വാക്യത്തെ 2 രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളുടെ ബന്ധത്തിലാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 11-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവരെ അവിടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് ദഹിപ്പിച്ച് കളയുന്നു. ഇവിടെ വായിൽ നിന്നാണ് 2 സാക്ഷികളുടെ വായിൽ നിന്നാണ് തീ പുറപ്പെട്ട് അവരെ ദോഷം ചെയ്യാനുള്ളവരെ കൊന്നുകളയുന്നത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 9-14 വരെയുള്ള വാക്യങ്ങളിൽ ഏലിയാവിനെ പിടിപ്പാൻ ചെന്ന രാജ്യഭൃത്തന്മാരായ 102 പേരെ എന്ന് പറഞ്ഞാൽ 2 സന്ദർഭങ്ങളായിട്ട് ആകാശത്തു നിന്നുമാണ് തീ ഇറക്കി ദഹിപ്പിച്ച് കളയുന്നത്. അപ്പോൾ ആകാശത്ത് തീ ഇറക്കി ദഹിപ്പിച്ച് കളയുന്നുള്ള ബന്ധത്തിൽ അവർ ചെയ്ത ശുശ്രൂഷ ഏലിയാവ് ചെയ്തതുകൊണ്ട് ഇത് ഏലിയാവാണ് ഒരു സാക്ഷിയെന്ന് ശുശ്രൂഷയുടെ ബന്ധത്തിലാണ് ഇവർ വ്യാഖ്യാനിക്കുന്നത്. രണ്ടാമത്തെ കാര്യം ഈ 11-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവരുടെ പ്രവചനകാലത്ത് മഴ പെയ്യാതെ വണ്ണം ആകാശത്തെ അടച്ചു കളയാനുള്ള അധികാരം ഉള്ളവരാണ് ഇവർ. ഇപ്പോൾ അത് ഇസ്രായേലിൽ മാത്രമല്ല സർവ്വഭൂമിയിലുമാണ് എൻ്റെ അധികാരം കൊടുത്തിരിക്കുന്നത്. എന്നാൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 1, 18-ാം അധ്യായം 1 വാക്യങ്ങളിൽ ആഹാബ് രാജാവിൻ്റെ കാലത്ത് ഏലിയാവ് 3 സംവത്സരം ഇസ്രായേലിൽ മഴ പെയ്യാതിരിക്കത്തക്കവണ്ണം ആകാശത്തെ അടച്ചു കളഞ്ഞു. അപ്പം ശരിയല്ലേ? അപ്പോൾ ആകാശത്തെ അടച്ചു കളയുന്നുള്ള ബന്ധത്തിൽ ഏലിയാവ് ചെയ്ത കാര്യം, 2 തീ ഇറക്കി കൊന്നുകളഞ്ഞുള്ള ബന്ധത്തിൽ അത് 2 ശരിയാണല്ലോ. അപ്പോൾ മോശയോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷ എടുത്തിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 6-ാം വാക്യത്തെ പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യത്തോടും 12-ാം അധ്യായം 30-ാം വാക്യത്തോടുള്ള ബന്ധത്തിൽ ബന്ധിപ്പിച്ചാണ് പഠിപ്പിക്കുന്നത്. അത് വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധകൾ കൊണ്ടും ഭൂമിയെ ദണ്ഡിപ്പിക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ വെള്ളത്തെ രക്തമാക്കിയത് ആരാണ്? മോശയാണ്. അപ്പോൾ മിസ്രൈമിൽ മോശ ചെയ്ത ശുശ്രൂഷകൾ അവൻ വെള്ളത്തെ രക്തമാക്കുകയും ബാധകൾ കൊണ്ട് മിസ്രൈമിനെ ദണ്ഡിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോൾ
ഈ ഈ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ മോശയും ഏലിയാവുമാകുന്നു എന്ന് പഠിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട വാക്യങ്ങളും അത് വെളിപ്പാട് പുസ്തകമുള്ള ബന്ധത്തിൽ താരതമ്യം ചെയ്ത് പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് അവർ ചെയ്ത ശുശ്രൂഷകൾ അവർ ആ കാലഘട്ടത്തിൽ ചെയ്തു. അവർ വീണ്ടും വന്ന് ഇങ്ങനെയൊരു ശുശ്രൂഷ തേക്കാൻ വേണ്ടി അവരിവിടെ വരേണ്ട യാതൊരു ആവശ്യവുമില്ല. അതിനകത്ത് ഒന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ രണ്ട് സാക്ഷികൾ അഥവാ ശേഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് അത് വളരെ വ്യക്തമാണ്. സ്ത്രീയുടെ സന്തതിയിൽ ശേഷിച്ചിരിക്കുന്നവരിൽ രണ്ട് കൂട്ടരാണുള്ളത്. അവരാരാണെന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? അത് യേശുവിൻ്റെ സാക്ഷ്യം ഉള്ളവരുമായവരുടെ സന്തതി ശേഷിപ്പുള്ളവർ യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു, അവൻ കടൽപ്പുറത്തുമായാണ്. അപ്പോൾ ഈ സഭ എടുക്കപ്പെട്ട ശേഷം അവിടെ ശേഷിക്കുന്നത് ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമാണ്. അപ്പോൾ യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരല്ല മോശയും ഏലിയാവും എന്നുള്ളത് ഒന്നാമത്തെ ഒരു പ്രഥമ തെളിവായി നമുക്ക് എടുക്കുമ്പോൾ യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരല്ല മോശയും ഏലിയാവും. അപ്പോൾ അതുകൊണ്ട് അവരെ അല്ല എന്നുള്ളത് നമുക്ക് ഒന്നാമത്തെ ഈ ഒറ്റ വചനം കൊണ്ട് തന്നെ നമുക്ക് ഖണ്ഡിച്ച് കളയാം. രണ്ട്, ഇവർ ചെയ്ത ശുശ്രൂഷ ആ സന്ദർഭത്തിൽ മാത്രമല്ല നടക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഈ 11-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് മാത്രമല്ല നടക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ ശുശ്രൂഷ ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും സൂക്ഷിക്കുന്നെങ്കിൽ അവരെ കൊന്നു കളയുമ്പോൾ അവരുടെ ശുശ്രൂഷ തീർന്നല്ലോ. അങ്ങനെയാണെങ്കിൽ 6-ാമത്തെ ദൂതൻ ഊതുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഉടനെ മനുഷ്യരിൽ 1/3 കൊല്ലുവാൻ ഇന്ന ആണ്ട് മാസം ദിവസം നാഴികയ്ക്ക് ഒരുങ്ങിയിരുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിട്ടു. വായിൽ നിന്ന് തീയും പുകയും പുറപ്പെട്ട് വായിൽ നിന്ന് പുറപ്പെടുന്ന തീ, പുക, ഗന്ധകം എന്നീ 3 ബാധയാൽ മനുഷ്യരിൽ 3 മരിച്ചുപോയി. വെളിപ്പാട് 9-ാം അധ്യായം 13-18 വരെയുള്ള വാക്യങ്ങൾ. ഇത് ദൂതന്മാരാണ്, 4 ദൂതന്മാരാണ്. അപ്പോൾ വായിൽ നിന്ന് തീ പുറപ്പെട്ട് നശിപ്പിച്ച് കളയുന്നത് ഈ രണ്ട് സാക്ഷികളുടെ ബന്ധത്തിലുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന അതേ ശുശ്രൂഷ ദൂതന്മാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ദൂതന്മാർ ചെയ്യുന്ന ശുശ്രൂഷയുടെ സമയത്തും മോശയും ഏലിയാവുമാണ് പ്രത്യക്ഷപ്പെട്ടത്? അല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇനി മോശയും ഏലിയാവും വന്ന് അങ്ങനെ ശുശ്രൂഷ തേക്കേണ്ട കാര്യം ഇല്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെളിപ്പാട് 16-ാം അധ്യായം 3 മുതൽ 4 വാക്യങ്ങളിൽ, രണ്ടാമത്തവൻ തൻ്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചു, അപ്പോൾ അത് മരിച്ചവൻ്റെ രക്തം പോലെ ആയിത്തീർന്നു. 3-ാമത്തെ ദൂതൻ തൻ്റെ കലശം നദികളിലെ നീരുറവുകൾ അടിച്ചു, അവ രക്തമായി തീർന്നു. അപ്പം വെള്ളത്തെ രക്തമാക്കിയത് അവർ സാത്താനിക മഹത്വത്തിൽ മാത്രമല്ല, എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിൽ സംഭവിക്കുന്നുണ്ട്. ഇത് ചെയ്തിരിക്കുന്നത് മനുഷ്യരല്ല, ദൂതനാണ് കലശം ഒഴിക്കുന്നത്. അപ്പോൾ ദൂതന്മാരും ഈ കലശം ഒഴിക്കുമ്പോൾ അവർ മോശയും ഏലിയാവും ചെയ്ത അതേ ശുശ്രൂഷകൾ അവരാവർത്തിക്കുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ രണ്ട് സാക്ഷികളായിട്ട് പ്രത്യക്ഷപ്പെട്ട മോശയും ഏലിയാവും മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ ഇതാരാ ചെയ്യുന്നത്? അപ്പോൾ ഈ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ അതിനെ ചിന്തിച്ചാൽ അത് തെറ്റാണ് എന്നുള്ളതാണ് ഇതിനുള്ള ബന്ധത്തിൽ പ്രാരംഭത്തിൽ നാം മനസ്സിലാക്കി. അപ്പോൾ മോശയും ഏലിയാവും ശുശ്രൂഷയുള്ള ബന്ധത്തിൽ അവർ ചെയ്ത അതേ ശുശ്രൂഷകൾ ചെയ്യുന്നത് കൊണ്ട് അവർ വന്ന് വീണ്ടും ഒരു ശുശ്രൂഷ നടത്തി അവർ മരിച്ചു പോകും എന്നുള്ള ചിന്താഗതി അത് തെറ്റാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് വെളിപ്പെടുന്നത്. പ്രധാനപ്പെട്ട കാര്യം, ഇവർ യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരല്ല, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരാണ്. ഈ രണ്ട് സാക്ഷികൾ ആരെങ്കിലും ഒരാൾ യേശുവിൻ്റെ സാക്ഷ്യമുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതെങ്ങനെ ആ രീതിയിലെങ്കിലും അംഗീകരിക്കാമായിരുന്നു. മോശയുമില്ല, ഏലിയാവും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരല്ല. യേശുവിൻ്റെ സാക്ഷ്യം സുവിശേഷമാണ്, അവർ സുവിശേഷ വക്താക്കളല്ല. അപ്പം അതുപോലെ തന്നെ ഈ ശുശ്രൂഷ ഈ സാത്താനിക മതത്തിൽ തന്നെയല്ല സംഭവിക്കുന്നത്, അതിനുള്ള ശേഷവും എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിൽ ഇതേ കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അതങ്ങനെ സംഭവിക്കുമ്പോൾ ഇവരല്ല അന്നേരം വന്ന് ചെയ്യുന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് ശുശ്രൂഷകളുടെ ബന്ധത്തിൽ രണ്ട് സാക്ഷികൾ ആരാണെന്നുള്ളത് വ്യാഖ്യാനിക്കുന്നത് തെറ്റാകുന്നു എന്നുള്ളതാണ് പ്രാരംഭത്തിൽ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്കത് മുഖവിലേക്കെടുത്ത് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ അത് സന്തോഷം. ഇനി അതല്ല, അതിനെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ വീണ്ടും ചോദിക്കാം, നമ്മളതേക്കുറിച്ച് വീണ്ടും നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. എനിക്കത് ഇത്രയും പറയുമ്പോൾ അത് മനസ്സിലാകുമെന്നുള്ളത് എനിക്കതിൻ്റെ ആത്മാവിൽ തെളിവ് വന്നുണ്ട്. ഇതിൽ ഇനിയും താഴ്ന്നുപോയി എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എനിക്ക് അറിയത്തില്ല. കാരണം ഇത് വചനത്തിൻ്റെ തെളിവിലാണ് നമ്മൾ പഠിപ്പിച്ചു പോകുന്നത്. വെറുതെ അവരല്ല എന്ന് നമ്മൾ ഒറ്റ വാക്യം പറഞ്ഞു പോകുകയാണ്. എനിക്ക് അങ്ങനെ വേണമെങ്കിൽ പറഞ്ഞു പോകാൻ പറ്റും. പക്ഷെ അങ്ങനെ അല്ലാതെ വചനത്തിൻ്റെ തെളിവിലൂടെ ഇങ്ങനെയല്ല എന്നുള്ളൊരു പ്രബല ചിന്താഗതിയെ മോശയും ഏലിയാവും അല്ല രണ്ട് സാക്ഷികൾ എന്നുള്ളത് വചനത്തിന് തെളിവിൽ അല്ല എന്ന് തെളിയിച്ചിരിക്കുന്നു. ഇനിയും ഹാനോക്കും
ഹാനോക്കിനെ പറ്റി പറയുന്നത് ഹാനോക്കും ഏലിയാവുമാണെന്ന് പറയുന്നതുണ്ട്. ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ഏലിയാവും മരണം കാണാതെ എടുക്കപ്പെട്ടെന്നാണ് ചിന്താഗതികൾ. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ സാധാരണ രീതിയിൽ മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെട്ട് ഒരു മരിക്കും എന്നുള്ള ഒരു ചിന്താഗതി വരാൻ കാരണം എബ്രായ ലേഖനം 9-27 വാക്യത്തെ അടിസ്ഥാനമാക്കി അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നുമുണ്ട്. അവിടെ ഇരിക്കുന്ന ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ ബൈബിൾ എങ്ങനെയായിരിക്കും എഴുതിയിരിക്കുന്ന ആർക്കും സംശയമുണ്ടോ എന്ന് വായിച്ചു നോക്കാം. പക്ഷേ പലപ്പോഴും പലയിടത്തും ഞാൻ കേൾക്കുന്നത് വായിച്ചു കേൾക്കുന്നത് ഇങ്ങനെയാണ്: ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നു. ഈ സകല എന്നുള്ളത് കൂട്ടിച്ചേർത്തു. സകല മനുഷ്യർക്ക്, നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടോ? ഈ കൂട്ടിച്ചേർത്ത് വായിച്ചു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നു. ഇത് പഠിപ്പിക്കുമ്പോൾ എല്ലാ മനുഷ്യരും മരിച്ചിരിക്കണം, ഒരിക്കൽ മരിക്കണം എന്നുള്ളത് എല്ലാ മനുഷ്യരെ സംബന്ധിച്ചുള്ള കാര്യമാണ്. എന്നാൽ അങ്ങനെയല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒരിക്കൽ മരിക്കുകയും, നിങ്ങൾക്ക് എബ്രായ ലേഖനം 9-27 വാക്യം വായിക്കാം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഇതൊരു പൊതുതത്വമായിട്ട് അത് പറഞ്ഞിട്ടില്ല. കാരണം അങ്ങനെ ഒരു വാക്യം പറഞ്ഞിട്ടില്ല, അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അതുകൊണ്ട് ഏലിയാവ് ഹാനോക്ക് മരിക്കാതെ എടുക്കപ്പെട്ടതുകൊണ്ട് ഹാനോക്ക് ഒന്ന് മരിക്കണം. കാരണം ഹാനോക്ക് മരിക്കാതെ പോയതുകൊണ്ട് സമ്മതിക്കത്തില്ല. 2, ഏലിയാവിനെ ഇവിടെ കൊണ്ടുവന്ന് മരിപ്പിക്കണം. എങ്കിൽ മാത്രമേ ചിലർക്ക് അതിൻ്റെ അകത്ത് സന്തോഷമുണ്ടാകുകയുള്ളൂ. അപ്പോൾ ഈ ഏലിയാവ് വന്നോ, അതുപോലെ തന്നെ ഈ ഏലിയാവ് ഹാനോക്കുമാണോ എന്നുള്ളത് ചോദിക്കുമ്പോൾ ഈ ഒരു ബേസിൽ ഇവർ വന്ന് മരിക്കണം എന്ന് ചിന്തിക്കുന്നവരോട് ഇങ്ങനെ ഇവർ മാത്രമല്ല മരണം കാണാതെ മാറ്റപ്പെട്ടിട്ടുള്ളവർ. അങ്ങനെയാണെങ്കിൽ അവരെപ്പോഴാണ് വന്ന് മരിക്കുന്നത് കൂടി അവർ പഠിപ്പിക്കണം. ഈ 2 പേര് മരിക്കാതെ എടുക്കപ്പെട്ടതുകൊണ്ട് അവരൊക്കെ വന്ന് മരിക്കണം എന്നുള്ളത് ഈ അങ്ങനെ ശാഠ്യം പിടിച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്, ഈ ഹാനോക്കും ഏലിയാവും മാത്രമല്ല മരണം കാണാതെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുള്ളവർ. അപ്പോൾ അങ്ങനെയാണ് അവരെപ്പോഴാണ് വരുന്നത്? അവരെപ്പം വന്നാണ് മരിക്കുന്നത്? ആ സന്ദർഭം ഏതാണെന്ന് കൂടി അവർ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ കർത്താവിൻ്റെ വരവിൻ്റെ സമയമാകുമ്പോൾ മധ്യാകാശ പ്രതീക്ഷയിൽ നാം എല്ലാവരും മരിക്കുന്നില്ല, രൂപാന്തരപ്പെടുന്നുണ്ട്. അപ്പോൾ എല്ലാ മനുഷ്യരും മരിക്കണമെന്നുള്ള വ്യവസ്ഥ അവിടെ വന്നിട്ടില്ല. സകല മനുഷ്യരും മരിച്ചിട്ടല്ല എടുക്കപ്പെടുന്നത്, മരണം കാണാതെ രൂപാന്തരപ്പെടുന്നവരുണ്ട്. അപ്പോൾ അതിന് നിഴലായിരുന്നു ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, മരണം കാണാതെ രൂപാന്തരപ്പെടും. അപ്പം അങ്ങനെ ഒരു വ്യവസ്ഥ എല്ലാവർക്കും ഇല്ല എന്നുള്ളത് വളരെ സത്യം. അതുകൊണ്ട് ഹാനോക്ക് അങ്ങനെ എടുക്കപ്പെട്ടതുകൊണ്ട് ഹാനോക്ക് ഒന്ന് മരിക്കണം എന്നുള്ളത് ശടിക്കാൻ പാടില്ല. കാരണം ഹാനോക്ക് തന്നെയല്ല, കർത്താവ് വരുമ്പോൾ രൂപാന്തരപ്പെടുന്ന ഒരവസരമുണ്ട്. അവർ മരണം കാണാതെ എടുക്കും. അപ്പോൾ എല്ലാ മനുഷ്യരെയും ബാധിക്കുന്നത് കൊണ്ടാണ് ബൈബിൾ അങ്ങനെ സകല ചേർക്കാത്തത്. എന്നാൽ പ്രസംഗകർ പലപ്പോഴും സകലം ചേർത്ത് പറഞ്ഞ് എല്ലാ മനുഷ്യരും എന്നുള്ളത് പഠിപ്പിച്ചു പോകുന്നു. പക്ഷേ വചനത്തിൻ്റെ അകത്ത് വള്ളി പുള്ളി മാറാൻ പാടില്ല. ഇപ്പം ഈ ട്രാൻസ്ലേഷൻ എല്ലാം കൃത്യമാണെന്ന് ഇതിന് പുറകെ വരും കുറച്ച് പേര്. ഇപ്പം കിട്ടിയിരിക്കുന്ന വചനം ഈ ബൈബിള് ഇനി ശരിയല്ല, ഇത് ട്രാൻസ്ലേഷൻ അങ്ങനെയായിരുന്നു, ഇതിൻ്റെ മൂലഭാഷ എന്നൊക്കെ പറഞ്ഞു വരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏത് മൂലഭാഷ കൊണ്ടെന്ന് തർക്കിക്കാൻ വന്നാലും പഠിപ്പിക്കാൻ വന്നാലും എനിക്ക് കിട്ടിയിരിക്കുന്ന പുസ്തകത്തിൻ്റെ അകത്തുനിന്ന് എനിക്ക് നല്ല നിശ്ചയമാണ്, ഞാൻ പഠിക്കുന്നതിൻ്റെ അകത്ത് എനിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം കിട്ടുന്നുണ്ട്. ഇതിൽ കൂടുതൽ മൂലഭാഷ പഠിച്ചിട്ട് വലിയൊരു മാറ്റമൊന്നും എനിക്കുണ്ടാകുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഈ പറയുന്ന അംഗീകരിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ചിലർ ഈ ഹീബ്രുവിലേക്കൊക്കെ പോകുന്നത്. ഹീബ്രുവിൻ്റെ ഭാഷ എങ്ങനെയായിരുന്നു, ഇതിങ്ങനെയായിരുന്നു ഒക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ ഹീബ്രു ഭാഷ പഠിച്ചിട്ടില്ല, ഞാൻ ഹീബ്രു ബൈബിൾ വായിച്ചിട്ടുമില്ല. പക്ഷേ മലയാളം ബൈബിള് എനിക്ക് ലഭിച്ചിരിക്കുന്നതിൻ്റെ അകത്ത് നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്ന കാഴ്ചപ്പാടിൽ ദൈവകൃപയാൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, എൻ്റെ ബുദ്ധിക്ക് തെളിഞ്ഞിട്ടുണ്ട്, ഇത് മതി, ഇതിനകത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്, അടിസ്ഥാനങ്ങൾക്കൊന്നും മാറ്റമില്ല. പിന്നെ ചില അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കൊണ്ടൊന്നും വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. പിന്നെ ഇതിനെയൊക്കെ ഖണ്ഡിക്കാൻ വേണ്ടിയാണ് പിന്നെ അതിന് മൂലഭാഷയിലേക്ക് കൊണ്ടുപോയി അവരതിനെ കൊണ്ടുപോകുന്നത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇന്ന് വരെയും കൊണ്ടുവന്ന ബൈബിളിൻ്റെ അകത്ത് ഈ കാര്യങ്ങൾ എഴുതിയിട്ടിട്ട് ഈ മലയാളത്തിൽ എഴുതിയിട്ട് മനസ്സിലാകാത്തവരാ പിന്നെ മൂലഭാഷ പഠിക്കാൻ പോകുന്നവർ, മൂലഭാഷ പഠിച്ചിട്ട് തെളിയിക്കാൻ പോകുന്നത്. സ്വന്തം ഭാഷ എഴുതിയിരിക്കുന്നത് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല, എന്നിട്ടാണ് പിന്നെ ഹിബ്രു ഭാഷ കൊണ്ടൊന്ന് പഠിച്ചിട്ട് അതിനെ വെട്ടാൻ പോകുന്നത്. വെറുതെ ഉള്ള കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നതിനകത്ത്. ഒരു 99% ശരിയാണ്. പിന്നെ 1% ഇതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ ഭാഷയ്ക്കകത്ത് ചില പിശകുകൾ കാണും. നല്ല ട്രാൻസ്ലേഷനാണ് തമിഴ് ട്രാൻസ്ലേഷൻ.
പിന്നെ ഈ ട്രാൻസ്ലേഷൻ തമ്മിൽ അല്പ വ്യത്യാസം കാണുമെങ്കിലും എൻ്റെ അടിസ്ഥാനപരമായ ഘടനയ്ക്ക് മാറ്റമില്ല. അത് ഭാഷയിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. ഈ പറഞ്ഞു പോകുന്നതിനകത്തൊന്നും വ്യത്യാസമില്ല. അപ്പം മോശയും ഹാനോക്കും വന്ന് അവർ ഏലിയാവും ഹാനോക്കും മരിക്കാതെ എടുക്കപ്പെട്ടുകൊണ്ട് അവർ വന്ന് മരിക്കണം എന്നുള്ളത് ശരിക്കരുത്. അങ്ങനെയല്ലാത്തവരുണ്ട്. കാരണം കർത്താവിൻ്റെ മധ്യാകാശവരങ്ങൾ എടുക്കപ്പെടുന്നു. മറ്റൊരു കൂട്ടരാണ്. അങ്ങനെ നിരവധി പേർ ജീവനോട് പോകുന്നുണ്ട്. കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ കള്ള ക്രിസ്തുവും മൃഗമാ ക്രിസ്തുവും മരണം കൂടാതെയാണ് അഗ്നിപൊയ്യിലേക്ക് പോകുന്നത്. അവർ മരിക്കുന്നില്ലല്ലോ. മരിച്ചിട്ടല്ല ലോകത്തുനിന്ന് മാറ്റപ്പെടുന്നത്. അതാണ് മഹത്വ സിംഹാസനമുമ്പാകെയുള്ള ഇടതുഭാഗത്ത് നിൽക്കുന്നവരെ ജീവനോടെയാണ് അവരെ അഗ്നിയെ തള്ളിക്കളയുന്നത്. അതുപോലെ തന്നെ കല്യാണ സദ്യയെന്ന് കല്യാണവസ്ഥ മരിക്കാത്തവർ ജീവനോടെയാണ് മരം തള്ളിക്കളയുക. അവരാരും മരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ജഡമരണം അവർക്കുണ്ടാകുന്നില്ല. അപ്പം ഏലിയാവും ഹാനോക്കും ഏലിയാവും ജഡമരണം കൂടാതെ എടുക്കപ്പെട്ടുകൊണ്ട് അവർ ജഡത്തിൽ മരിച്ചിട്ടേ പോകാവുള്ളൂ എന്ന് പഠിപ്പിക്കുന്നവർ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഉത്തരം പറയണം. പിന്നെ മറ്റൊരു സംഭവം നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് മരണം കാണാതെ പോയവർ ആവർത്തന സംഖ്യാപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. കോരകം കൂട്ടരും മണ്ണം കാണാതെയാണ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടത്, അധോപാതാളത്തിലേക്ക് മാറ്റപ്പെട്ടത്. നമുക്കറിയാം ഒരു ഭൂമിയെ തുടർന്ന് അവരെ ഭൂമി ജീവനോടെ അങ്ങ് കൊണ്ടുപോയി ചെയ്തത്. എന്നിട്ട് അവിടെ മേൽ മീതെ ഭൂമി അടയുകയും ചെയ്തു. ഇപ്പം ഭൂമിയിൽ നിന്ന് അവർ ജനമണ്ഡലത്തിലല്ല പോയത്. അങ്ങനെ തിരിച്ചവർ വന്ന് മരിക്കണോ? ശരീരത്തെ മരിച്ചിട്ടാണ് ഇനി പോവുള്ളൂ? അങ്ങനെയല്ല. അപ്പം അവരും പോകേണ്ട സ്ഥലത്തേക്ക് പോയത് മണ്ണത്തോട്. അവർ മണ്ണം കാണാതെ അവരും നീക്കപ്പെട്ടത്. സംഖ്യാപുസ്തകം 16-29-33 വാക്യങ്ങൾ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് പ്രബലമായിരിക്കുന്ന രണ്ട് ചിന്താഗതികളെ അതങ്ങനെയല്ല എന്ന് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മലയാള ഭാഷയിലിരിക്കുന്ന ഈ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തെളിയിക്കുകയാണ്. ഇനി ഇതങ്ങനെയല്ല എന്നിനി ഹിബ്രുവോ മറ്റേതെങ്കിലും ബൈബിൾ കൊണ്ട് തെളിയിച്ചാൽ അവർ തെളിയിച്ചോട്ടെ. എനിക്ക് അതിൻ്റെ അകത്ത് യാതൊരു ബാധ്യതയുമില്ല. എന്നെ സംബന്ധിച്ചോളം ഇന്ന് വരെ കൊണ്ടുനടന്ന പുസ്തകത്തിൻ്റെ അകത്തുനിന്ന് വള്ളി തെറ്റാതെ കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. അത് മതി എന്നുള്ള ഒരു ചിന്താഗതിക്കാരാണ് ഞാൻ. അതുകൊണ്ട് ഹീബ്രു ഭാഷയിലേക്ക് പഠിക്കേണ്ടവർക്ക് പഠിക്കാം. അത് മനസ്സാകാം. അത് നല്ല കാര്യമാണ്. ചിന്തിക്കുക. പക്ഷേ ഈ ഹീബ്രു ഭാഷ പഠിച്ചിട്ടും ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർക്ക് ഉത്തരം പറയാൻ പറ്റുമോ? വെളിപ്പാട് പുസ്തകത്തെ വ്യാഖ്യാനിക്കാൻ പറ്റുമോ? 12-ാം അധ്യായത്തെ വ്യാഖ്യാനിച്ച് ഹിബ്രു ലാംഗ്വേജ് വെച്ച് പഠിപ്പിക്കാമോ? അതുപോലെ തന്നെ ഏതെങ്കിലും ലാംഗ്വേജ് വെച്ചുകൊണ്ട് ഇതിനകത്ത് ഇരിക്കുന്ന മർമ്മങ്ങൾ വെളിപ്പെടുത്തും മലയാളത്തിൽ ഇരിക്കുന്ന കാര്യങ്ങളെ തെളിയിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ലാംഗ്വേജ് കൊണ്ട് അവർ പറയാൻ ശരിയാണെന്ന് തെളിയിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഈ സാധാരണ രീതിയിൽ എഴുതിയിരിക്കുന്ന നമുക്ക് മനസ്സിലാകുന്ന ഭാഷ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ബൈബിളിൻ്റെ അകത്ത് ഇരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഇതിനകത്ത് ട്രാൻസ്ലേഷൻ്റെ പെശ ഇല്ല എന്ന് ഞാൻ പറയത്തില്ല. എവിടെയെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്കുകളുണ്ടാകും. അതിന് ചിലപ്പോൾ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് അല്പം വ്യത്യാസമൊക്കെ കാണും. തമിഴ് ട്രാൻസ്ലേറ്റ് കാണും. അതിനകത്ത് അല്പ വ്യത്യാസം കാണും. പക്ഷേ ബേസിക് സ്ട്രക്ചറിന് മാറ്റമില്ല എന്നുള്ളത് ഇന്ന് രാത്രി ഞാൻ അതിന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ ഹാനോക്കും ഏലിയാവുമല്ല, അവർ മാത്രമല്ല മരണം കാണാതെ എടുക്കപ്പെട്ടിട്ടുള്ളത്. അവർ വീണ്ടും ഒന്ന് മരിക്കണമെന്നുള്ളത് പറഞ്ഞിട്ടില്ല. അപ്പം നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കി അവരൊന്ന് മരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മരണം കാണാതെ പോയിട്ടുള്ളവർ വേറെയുണ്ട്. അവർ പിന്നെ എപ്പോഴാണ് വന്ന് മരിക്കുന്നുള്ളത് കൂടി അവർ പഠിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ അവർ പഠിപ്പിക്കുന്നതിന് നമുക്ക് ഒരു ശതമാനമെങ്കിലും അംഗീകരിക്കാം. അതില്ലാതെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. രണ്ടാമത്തെ കാര്യം, ശുശ്രൂഷയുള്ള ബന്ധത്തിൽ മോശെ ഏലിയാവ് മാത്രമല്ല ശുശ്രൂഷ ചെയ്തത്. പിന്നീടും എതിർക്രിസ്തുവിൻ്റെ പണ്ടത്തെ അതേ ശുശ്രൂഷ ആവർത്തിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ചെയ്ത ശുശ്രൂഷ വേറൊരാൾ ദൂതന്മാർ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ അവർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഇവരല്ല എന്നുള്ളത് രണ്ട് പ്രബലമായിരിക്കുന്ന ചിന്താഗതികളെ ഇന്ന് രാത്രിയിൽ ഞാൻ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതങ്ങനെയല്ല എന്ന് തെളിയിച്ചപ്പോൾ പിന്നെ ആരാണ് എന്നുള്ളത് തെളിയിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതിലേക്കാണ് ഇന്ന് രാത്രി നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നത്. ഇപ്പോൾ ഇവരല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നു. അത് നമുക്ക് വളരെ വ്യക്തമാക്കി. ഇവരല്ല, മോശയും ഏലിയാവുമല്ല, ഹാനോക്കും ഏലിയാവുമല്ല. ഇനി മറ്റാരെങ്കിലും ആണോ എന്നുള്ളത് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതാണ്. വേറെ എന്തെങ്കിലും ആരെങ്കിലും ആണ് മകത്തിലൂടെ രണ്ട് സാക്ഷ്യം എന്നുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പഠനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് അത് പറയാമെങ്കിൽ നമുക്കത് നമുക്കത് ചിന്തിക്കാവുന്നതാണ്. പക്ഷെ എൻ്റെ കാഴ്ചപ്പാട് എനിക്ക് ഇട്ടിരിക്കുന്ന പ്രബലമായ ചിന്താഗതികളിൽ ഇത് മകോത്സവത്തിലെ രണ്ട് സാക്ഷികൾ മോശയും ഏലിയാവുമാണെന്നും അല്ലെങ്കിൽ ഏലിയാവും ഹാനോക്കുമാണെന്നുള്ള ചിന്താഗതിയുണ്ട്. ഇതിനപ്പുറമായിട്ട് ഏതെങ്കിലും ചിന്താഗതികളുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും അതിന് പഠന വിധേയമാക്കാം.
എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. ഞാൻ ആ ഭാഗത്തുനിന്ന് പോകുന്നു. നമുക്ക് ഇപ്പോൾ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളെ വായിച്ചിട്ട് ഇവരാരാകുന്നു, ഇവർ ഏത് ശുശ്രൂഷ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നാം ഇന്ന് തുടർന്ന് ചിന്തിക്കുന്നത്. ഇപ്പോൾ സാധാരണ മഹോത്സവ കാലത്ത് ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന 2 സാക്ഷികൾ എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് സാത്താനിക മഹോത്സവം എന്ന ഭാഗത്ത് നമ്മൾ ചിന്തിക്കുന്നത്. അതിനുശേഷമുള്ള അവരുടെ ശുശ്രൂഷ, അവരുടെ മരണവും അവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് എതിർക്രിസ്തുവിൻ്റെ പണം എന്നുള്ള ഭാഗത്ത് നമ്മൾ ചിന്തിക്കും. ഇന്ന് രാത്രി നമ്മൾ ഈ സാത്താനിക മഹോത്സവം എന്നുള്ള ആ 3.5 വർഷത്തെ സമയത്ത് ഇവർ ചെയ്യുന്ന ശുശ്രൂഷ, ഇവരാരാകുന്നു, ഇവരുടെ ശുശ്രൂഷ എന്താകുന്നു മാത്രമാണ് ചിന്തിക്കുന്നത്. ഇതിൽ രേഖപ്പെടുത്തുന്നത്, പിന്നെ ദണ്ഡു പോലെയുള്ള ഒരു കോൽ എൻ്റെ കയ്യിൽ കിട്ടി, കൽപ്പന ലഭിച്ച് നീ എഴുന്നേറ്റു ദൈവത്തിൻ്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെ അളക്കുക. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കാം. ആലയത്തിന് അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികൾക്കും വരം നൽകും. അവർ രട്ട് ഉടുത്തുകൊണ്ട് 1260 ദിവസം പ്രവചിക്കും. അവർ ഭൂമിയുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കുമാകുന്നു. ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ച് കളയും. അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവൻ ഇങ്ങനെ മരിക്കേണ്ടി വരും. അവരുടെ പ്രവചന കാലത്ത് മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളവാൻ അവർക്ക് അധികാരമുണ്ട്. വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധ കൊണ്ട് ഭൂമിയെ ദണ്ഡിപ്പിക്കാനും അധികാരമുണ്ട്. അപ്പോൾ ഈ പറയുന്നതിൽ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചതിൽ 5ഉം 6ഉം വാക്യങ്ങളാണ് എടുത്ത് ഉദ്ധരിക്കുന്നത്. അതിന് മുകളിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം ആരും അങ്ങോട്ട് വ്യാഖ്യാനിക്കത്തില്ല. ഇത് 3.5 വർഷത്തെ സൂക്ഷിച്ച് പറയുമ്പോൾ ഇവർ ഈ ഭൂമിയുടെ കർത്താവിന് സന്നിധി നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കും ആരാകുന്നു എന്നുള്ളത് വ്യാഖ്യാനിക്കാൻ പോകത്തില്ല. ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഈ 2 സാക്ഷികൾ ഇവരാണെന്ന് പറഞ്ഞ് മോശയുടെ ഏലിയാവോ അല്ലെങ്കിൽ ഹാനോക്കോ ഏലിയാവോ എന്നുള്ള രീതിയിൽ അവരെ അങ്ങ് അതിൻ്റെ അർത്ഥം കൊണ്ടിരിക്കും. ഇത് 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കും ആരാകുന്നു? അവർ കർത്താവിൻ്റെ സന്നിധി നിൽക്കുന്ന ഭൂമിയുടെ കർത്താവ് സന്നിധി നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കുമാകുന്നു എന്ന് പറയുമ്പോൾ ഇവർ അഭിഷിക്തന്മാരാകുന്നു എന്നുള്ളത് അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 11-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ കർത്താവിൻ്റെ സന്നിധി നിൽക്കുന്ന അഭിഷിക്തന്മാരാകുന്നു. അപ്പോൾ ഇവർ ദൈവത്തിന് സന്നിധി നിൽക്കുന്ന 2 പേരാകുന്നു എന്നുള്ളത് ആകുന്നു. അവർ ഭൂമിയുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കുമാകുന്നു. ഇവിടെ അഭിഷിക്തന്മാരാകും. ഇപ്പോൾ ഈ 2 പേരാണെങ്കിൽ, മോശ ഏലിയാവ് ആണെങ്കിൽ, ഒരു ഒലിവ് വൃക്ഷവും ഒരു നിലവിളക്കെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. ഓരോരുത്തരെ ഓരോന്ന് പറഞ്ഞാൽ പോലെ. ഇപ്പം മോശയാണെങ്കിൽ മോശയെ ഒരു ഒലിവ് മരം ഒന്നും, ഏലിയാവിനെ ആണെങ്കിൽ ഒരു നിലവിളക്കൊന്നാണെങ്കിൽ ഞാൻ സമ്മതിച്ചു കൊടുക്കുക, അങ്ങനെ അങ്ങോട്ട് വ്യാഖ്യാനിക്കട്ടെ. മോശ എങ്ങനെ 2 നിലവിളക്കായിട്ട് ഒരു വ്യക്തിയാണെങ്കിൽ കണക്കാക്കുന്നത് എങ്ങനെയാണ്? ഏലിയാവിന് ഒരു വ്യക്തിയാണെങ്കിൽ 2 നിലവിളക്കായിട്ട് എങ്ങനെ നമ്മൾ അതിനെ അസ്യൂം ചെയ്യുന്നത്, അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത്? ചിലപ്പോഴെങ്കിലും ഒരു കുറച്ചെങ്കിലും ഒരു ഇത് വേണ്ടേ? നമ്മളൊരു കാര്യം വ്യാഖ്യാനിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പൊരുത്തം വേണ്ടേ? 2 നിലവിളക്ക്. അപ്പം അതൊന്നും ഒരു കുഴപ്പം കൂടാതെ എല്ലാവർക്കും എടുക്കുന്നതിനൊരു കുഴപ്പമില്ല, ഒരു സംശയം ആർക്കുമില്ല. തിരിച്ചൊന്നും ചോദിക്കത്തില്ല, എന്നാ മോശയാണ് എങ്കിൽ മോശ എന്തിനാ ഈ 2 ഒലിവുമരം എന്ന് പറഞ്ഞിരിക്കുന്നത്? അടുത്തയാൾ ഏലിയാവാണെങ്കിൽ എന്തിനാ അദ്ദേഹത്തെ 2 നിലവിളക്കെന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞത് അവർ 2 പേരും അല്ല. അപ്പം ഈ പഠിപ്പിക്കുന്നത് മോശ, ഏലിയാവ്, ഹാനോക്ക് ആണെങ്കിൽ ഓരോന്നാണെങ്കിൽ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ അംഗീകരിക്കാമായിരുന്നു. ഓക്കെ, ഒരു നിലവിളക്ക് ഹാനോക്കാണ്, ഒരു നിലവിളക്ക് അല്ല ഒരു ഒലിവുമരം. നിലവിളക്ക് ഹാനോക്കും ഒലിവുമരം ഏലിയാവുമാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി അത് വേണമെങ്കിൽ അംഗീകരിക്കാം. പക്ഷേ ഇവിടെ 2 ഒലിവുമരവും 2 നിലവിളക്കുമാണ് ഈ 2 സാക്ഷികൾ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ ഇതൊരു സാക്ഷികളുടെ ഗണമാണെന്നുള്ളത്? വ്യക്തമല്ലേ? വ്യക്തികളല്ല എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? വളരെ വ്യക്തമാണ്. അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? അങ്ങനെയല്ലേ വ്യാഖ്യാനിക്കുന്നതല്ലേ നല്ലത്? അതല്ലേ ആരോഗ്യപരമായ ചിന്ത? അതല്ലേ? അതോ മോശയെ ഒരു നിലവിളക്കെന്നും ഹാനോക്കിനെ ഒരു ഒലിവുമരമൊന്നും പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വേണം പൊരുത്തപ്പെട്ട് ചിന്തിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ ഒരു സാക്ഷിയെ 2 നിലവിളക്കായിട്ടും ഒരു സാക്ഷിയെ 2 ഒലിവുമരവുമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്.
ഇവർ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന രണ്ട് അഭിഷിക്തന്മാരാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പഠിക്കണമെങ്കിൽ സെഖര്യാവിന്റെ പ്രവചനം 4-ാം അധ്യായത്തെക്കുറിച്ച് പഠിക്കണം. സെഖര്യാവിന്റെ 4-ാം അധ്യായം. സെഖര്യാവിന്റെ 4-ാം അധ്യായം അത് പഠിക്കുമ്പോൾ ഈ രണ്ട് ഒലിവുമരം ആരാണ്, രണ്ട് നിലവിളക്കാരാണ് എന്നുള്ളതിൻ്റെ വ്യക്തത അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ട് ഒലിവുമരവും രണ്ട് നിലവിളക്കുമാരാണെന്നുള്ളതിൻ്റെ വ്യക്തത അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം സെഖര്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, നീ എന്തു കാണുന്നു എന്ന് എന്നോട് ചോദിച്ചതിന് ഞാൻ മുഴുവനും പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ടും അതിൻ്റെ തലക്കിൽ ഒരു കുടവും അതിന്മേൽ 7 വിളക്കും അതിൻ്റെ തലക്കിലുള്ള 7 വിളക്കിന് 7 കുഴലും അതിനരികെ കുടത്തിൻ്റെ വലത്ത് ഭാഗത്തൊന്നും ഇടത്ത് ഭാഗത്തൊന്നും ഇങ്ങനെ 2 ഒലിവുമരവും ഞാൻ കാണുന്നു എന്ന് സെഖര്യാവ് പറഞ്ഞു. സെഖര്യാവിനെ ഉണർത്തിയിട്ട് ചോദിക്കുക, എന്നോട് സംസാരിക്കുന്ന ദൂതൻ പിന്നെയും വന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്ന പോലെ എന്നെ ഉണർത്തി. 4-ാം അധ്യായം 1-ാം വാക്യം. ദർശനത്തിൽ കാണിച്ചു കൊടുക്കുകയാണ്. നീ എന്ത് കാണുന്നു എന്ന് ദൂതൻ ചോദിച്ചു. ഈ ദർശനത്തിൽ കണ്ടിട്ട് സെഖര്യാവ് പറയുകയാണ്, ഇത് എഴുതി വെച്ച് നമുക്ക് വേണ്ടിയാ, നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കാൻ വേണ്ടിയാ. കഥ പറഞ്ഞല്ലോ, ഞാൻ പോയ ശേഷം പരിശുദ്ധാത്മാവ് വരും, നിങ്ങളിത് മുഴുവനും പഠിക്കും, പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പെടുത്തി പഠിപ്പിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്ത് കാണുമെന്ന് ചോദിച്ചു, ഉണർത്തി. നീ എന്ത് കാണുമെന്ന് എന്നോട് ചോദിച്ചതിന് ഞാൻ പറയുകയാണ്, മുഴുവനും പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ടും അതിൻ്റെ തലക്കിലൊരു കുടവും അതിന്മേൽ 7 വിളക്കും അതിൻ്റെ തലക്കിലുള്ള 7 വിളക്കിന് 2 കുഴലും അതിനരികെ കുടത്തിൻ്റെ വലത്ത് ഭാഗത്തൊന്നും ഇടത്ത് ഭാഗത്തൊന്നും ഇങ്ങനെ 2 ഒലിവുമരവും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 2 ഒലിവുമരവും 2 നിലവിളക്കും അവിടെ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, സെഖര്യാവ് പ്രവചനത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലും നാം വായിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കി. നിങ്ങളുടെ കൈവശം ബൈബിൾ ഉണ്ടെങ്കിൽ സെഖര്യാവിൻ്റെ പ്രവചനം 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത് ഈ 2 ഒലിവുമരവും എന്താകുന്നുള്ളത് മനസ്സിലാകും. വിളക്ക് തണ്ടിനുള്ള ബന്ധത്തിലുള്ള ഒരു ഭാഗം നമ്മൾ വായിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇവർ 2 അഭിഷിക്തന്മാരാകുന്നു എന്നുള്ളത് 14-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവർ സർവ്വഭൂമിയുടെയും കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിൽക്കുന്ന 2 അഭിഷിക്തന്മാരാകുന്നെന്ന് പറഞ്ഞു. ഇതല്ലേ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 അഭിഷിക്തന്മാർ. ഈ സെഖര്യാവ് പ്രവചനം എടുത്ത് പ്രവചിച്ചെങ്കിൽ, നമ്മൾ വ്യാഖ്യാനിച്ചെങ്കിൽ മാത്രമേ ഈ 2 അഭിഷിക്തന്മാർ ആരാകുന്നു എന്നുള്ളതിൻ്റെ വ്യക്തത നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ 11-ാം അധ്യായം 4-ാം വാക്യം വെളിപ്പാട് പുസ്തകം, അവർ ഭൂമിയുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവുവൃക്ഷവും 2 നിലവിളക്കുമാകും. ഈ 2 ഒലിവുവൃക്ഷവും 2 നിലവിളക്കും കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന അഭിഷിക്തന്മാരാകുന്നു എന്ന് സെഖര്യാവ് പ്രവചനത്തെ വെച്ചുകൊണ്ട് നമ്മൾ വ്യാഖ്യാനിച്ചാൽ അത് തെറ്റല്ല, അത് ശരി തന്നെയാണ്. അപ്പോൾ സെഖര്യാവ് 4-ാം അധ്യായം 14-ാം വാക്യം, ഇവർ സർവ്വഭൂമിയുടെയും കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 അഭിഷിക്തന്മാരാകുന്നു എന്ന് പറഞ്ഞു. ഈ 2 അഭിഷിക്തന്മാർ ആരാകുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവർ ഭൂമിയുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കുമാകുന്നു. ഇനി നമ്മൾ സെഖര്യാവ് പ്രവചനം ഈ 4-ാം അധ്യായത്തിൻ്റെ സെഖര്യാവ് കണ്ട പ്രവചനത്തെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 7 സഭകളോടുള്ള ബന്ധത്തിൽ നാം അതിനെ വ്യാഖ്യാനിക്കാൻ പോവുകയാണ്. എങ്ങനെ നമ്മൾ വ്യാഖ്യാനിക്കും? ഒന്ന്, ഇവിടെ കാണുന്നത് പൊന്നുകൊണ്ടുള്ള ഒരു വിളക്കതണ്ട്. ഈ വിളക്കത്തണ്ട് ലാംപ് സ്റ്റാൻഡ് നമുക്കറിയാം 7 നിലവിളക്കുകളെ കാണിക്കുന്നുണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ. 7 ഇപ്പം സെഖര്യാവ് കാണുന്നത് അന്ന് യെരൂശലേം ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണത്തിൽ സെരുബാബേലിനുള്ള ബന്ധത്തിൽ ബാബേൽ പ്രവാസികൾ മടങ്ങി വന്ന് അവർ പണിയുന്ന ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് ലഭിച്ചത്. അത് നിഴലായിരുന്നു. എന്നാൽ പൊരുളായിരിക്കുന്നത് യേശുക്രിസ്തു മുഖാന്തരം പണിയപ്പെടുന്ന ദൈവസഭയോടുള്ള ബന്ധത്തിൽ ആഗോള സഭയെ ഇവിടെ നിഴലായി കാണുകയും അതിനെ പൊരുളാക്കി വെളിപ്പെടുത്തുകയും ചെയ്യുന്നതാണ് വെളിപ്പാട് പുസ്തകത്തിൽ കാണിക്കുന്ന ആഗോള സഭ 7 പൊൻനിലവിളക്കുകൾ. അപ്പോൾ ഈ 7 പൊൻനിലവിളക്കുകളെ
ഈ വിളക്കുകളെ, ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിൽക്കുന്ന സഭകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഇത് ഒരിക്കലും ഒലിവ് മരമല്ല ഈ വിളക്കുകളെ പ്രകാശിപ്പിക്കുന്നത്. വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷേ പല വ്യാഖ്യാനങ്ങളിലും 4-ാം അധ്യായത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഈ ഒലിവ് മരത്തിൽ നിന്ന് ഒഴുകുന്ന എണ്ണയാണ് വിളക്കുകളെ പ്രകാശിപ്പിക്കുന്നുള്ളതാണ്. നമ്മൾ റോമർക്ക് ലേഖനത്തിൽ പഠിച്ചതുപോലെ ഒരു കാട്ടൊലിവായ നമ്മെ എടുത്ത് കൊമ്പുകളാകുന്ന നാട്ടൊലിവിൻ്റെ കൊമ്പുകളെ ഒടിച്ച് നമ്മെ അതിനോട് ഒട്ടിച്ച് ചേർത്ത് അതിൻ്റെ വേരിന് ഫലപ്രദമായ ആക്കി എന്ന് പറയുമ്പോൾ ക്രിസ്തുവേശുവാണ് നമ്മളെ ഒട്ടിച്ചിരിക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞപ്പോൾ ചിന്തിച്ചതുപോലെ ഇവിടെയും ഈ ഒലിവ് മരം ഇടത്തും വലത്തും നിൽക്കുന്നതേ ഉള്ളൂ. അവരല്ല ഒലിവ് മരത്തിൽ നിന്ന് ഒഴുകുന്ന ഒലിവെണ്ണയല്ല ഈ വിളക്കുകളെ പ്രകാശിപ്പിക്കുന്നത്. നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റെ വ്യക്തതയിലും സത്യത്തിലും നീതിയിലും വേണം അതിനെ വ്യാഖ്യാനിക്കാനായിട്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിളക്ക് തണ്ട് കാണുന്നു, അതിൻ്റെ തലയ്ക്കൽ ഒരു കുടമുണ്ട്. ആ കുടത്തിന് 7 തലയ്ക്കലൊരു കുടവും അതിന്മേൽ 7 വിളക്കുമുണ്ട്. ഈ കുടത്തോടു കൂടിയാണ് 7 വിളക്ക് കാണുന്നത്. അതിനെ ബന്ധിക്കുന്നത് 7 കുഴലുമുണ്ട്. അപ്പോൾ ഈ കുടമാകുന്ന കുടത്തിൽ നിന്നാണ് കുഴലുകൾ മുഖാന്തരം വിളക്കുകളെ ബന്ധിപ്പിച്ചിട്ട് വിളക്ക് തണ്ടിൽ നിൽക്കുന്ന, പൊന്നുകൊണ്ടുള്ള വിളക്ക് തണ്ടിൽ നിൽക്കുന്ന ഈ വിളക്ക് തണ്ടിൽ 7 ചുറ്റുവിളക്കുകളാകുന്ന 7 വിളക്കുകളുണ്ട്. അത് ഒരു തലയ്ക്കുള്ള കുടത്തോട് ബന്ധത്തിലാണ് ബന്ധിച്ചിരിക്കുന്നത്. അതിനെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കുടവും വിളക്കുകളും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന 7 കുഴലുകളാകുന്നു. അങ്ങനെയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമായിട്ട് ഒലിവ് മരത്തിന് യാതൊരു ബന്ധവും ഇല്ല. ഉണ്ടോ? ഇല്ല. ഒലിവ് മരത്തിൻ്റെ യാതൊരു ബന്ധവുമില്ല. അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇത് എന്തിനെയാണ് എന്നുള്ളത് വ്യാഖ്യാനിക്കാൻ പറ്റത്തുള്ളൂ. ഒലിവ് മരത്തിനുമായിട്ട് യാതൊരു ബന്ധം, അത് ഇടത്തും വലത്തും നിൽക്കുന്ന 2 ഒലിവ് മരമാണ്. എന്നാൽ വിളക്ക് തണ്ടിൽ നിൽക്കുന്ന തലയ്ക്കൽ കുടവും ആ കുടത്തിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന 7 വിളക്കുകളും അതിനെ കുടവും ഈ വിളക്കുകളും തമ്മിൽ ബന്ധിപ്പിച്ച 7 കുഴലുകളും കാണിക്കുന്നത് പൊന്നുകൊണ്ടുള്ളൊരു വിളക്ക് തണ്ട് മധ്യത്തിൽ നിൽക്കുന്നത് യേശു ക്രിസ്തുവിനെ കാണിക്കുന്നു. ക്രിസ്തുവേശു എന്ന വചനവാൻ ദൈവമാണ് ഈ വിളക്ക് തണ്ടിനെ സൂചിപ്പിക്കുന്നത്. പൊന്ന് കൊണ്ടുള്ളൊരു വിളക്ക് തണ്ട് യേശു ക്രിസ്തുവിനെ നിഴലായിട്ട് സെഖര്യാവ് കാണുന്നതാണ്. അതുകൊണ്ടാണ് 7 സഭകളുടെ മധ്യത്തിൽ നിൽക്കുന്നവൻ. നമ്മൾ പത്മോസിൽ വെച്ച് യോഹന്നാൻ ആത്മവിശ്വയിൽ കണ്ടത് മാറത്തെ പൊൻകച്ചവടമുള്ളവനൊക്കെ എവിടെയാണ് കാണുന്നത്? ഈ 7 പൊൻനിലവിളക്കുകളുടെ മധ്യത്തിലാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ വിളക്ക് തണ്ട് മധ്യത്തിലുണ്ട്, പൊന്നുകൊണ്ടുള്ള വിളക്ക് തണ്ട്. അത് യേശു ക്രിസ്തു എന്ന വചനമാം ദൈവത്തെ വെളിപ്പെടുത്തുന്നു. അവനാണ് അടിസ്ഥാനമായിട്ടുള്ളത്. അവനിലാണ് ദൈവസഭ നിൽക്കുന്നത്. ഇന്ന് രാത്രിയിലും മൂലക്കല്ലായിരിക്കുന്ന ക്രിസ്തുവേശു എന്ന അടിസ്ഥാനത്തിന്മേലാണ് ഈ വിളക്ക് സ്റ്റാൻഡ് അഥവാ അത് നിൽക്കുന്നത്. അതിനോട് ബന്ധപ്പെട്ടാണ് ആഗോള സഭയാണ് ഇവിടെ 7 വിളക്കുകളുടെ ബന്ധത്തിൽ കാണിച്ചിരിക്കുന്നത്. കുടത്തെ കാണിച്ചിരിക്കുന്നത്, ഇതിന് എണ്ണ പകരുന്ന കുടം കാണിക്കുന്ന പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഈ 7 കുഴലുകൾ 7 ദൂതന്മാരെ സഭയുടെ 7 ദൂതന്മാരെ കാണിക്കുന്നു. അപ്പോൾ ഈ സെഖര്യാവ് കണ്ട പ്രവചനം നിഴലായിരുന്നെങ്കിൽ പൊരുളായിട്ടുള്ളത് പുതിയ നിയമത്തിൽ നമുക്ക് വ്യക്തമായി ഇപ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അന്ന് അദ്ദേഹം കണ്ടത് ദൈവത്തിൻ്റെ ആലയമാകുന്ന യെരൂശലേം ദേവാലയത്തിന് പണിയോടുള്ള ബന്ധത്തിൽ ദർശിക്കുമ്പോൾ അവൻ കണ്ടത് നിഴലായിരിക്കുന്ന യെരൂശലേം ദേവാലയത്തോടുള്ള ബന്ധത്തിൽ കണ്ടപ്പോൾ പൊരുളായിരിക്കുന്ന ഒരു മന്ദിരം പണിയപ്പെടും, അതിനോടുള്ള ബന്ധത്തിൽ നഗരമുണ്ടാകും എന്നുള്ളതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് സെഖര്യാവിന് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും കാര്യം ഞാൻ വ്യാഖ്യാനിച്ചത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അത് വ്യാഖ്യാനിക്കുന്നതിനകത്ത് അതിനെ ഉൾക്കൊള്ളാൻ തക്കതായിട്ടുള്ള നിഴലും പൊരുളുമായ കാര്യങ്ങളെയും നാം ഇവിടെ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ പൊന്നുകൊണ്ടുള്ള വിളക്ക് തണ്ട് കാണിക്കുന്നത് യേശു ക്രിസ്തുവിനെയാണ്. അവൻ മധ്യത്തിലാണ് നിൽക്കുന്നത്. തലയ്ക്കലുള്ള കുടം കാണിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിലാണ് ഈ 7 നിലവിളക്കുകൾ കാണുന്നത്. അപ്പം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നാണ് ആഗോള സഭ സ്ഥാപിക്കപ്പെട്ടത്. എല്ലാം കൃത്യമാണല്ലോ. ആര് മുഖാന്തരമാണ്?
യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ. ഈ സഭയുടെ ആഗോള സഭയുടെ എങ്ങനെയാണ് അത് ഉത്പാദിതമായത്? എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അതിനെ ഇവിടെ കുടത്തോടുകൂടി കാണിക്കുകയാണ്. കുടം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ കാണിക്കുന്ന കുടം. ഇതിനെ 7 ദൂതന്മാരുള്ള ബന്ധത്തിൽ നമ്മൾ 7 നക്ഷത്രങ്ങളെ കാണുകയാണ്. ഇവിടെ 7 കുഴൽ കാണുകയാണ്. വ്യാഖ്യാനാർത്ഥത്തിൽ ഒന്ന് തന്നെയാണ്. ഇതിനെ വ്യാഖ്യാനിച്ചതിനകത്ത് അപാകതയില്ല, സത്യമാണെന്ന് എൻ്റെ ഉള്ളിൽ അന്തരാത്മാവിൽ അതിന് എപ്പോഴും അത് ബുദ്ധിക്ക് തെളിവാകുന്നതുകൊണ്ടാണ് ഞാൻ അതിനെ ഇങ്ങനെ തെളിയിക്കുന്നത്, വ്യാഖ്യാനിക്കുന്നത്. നിങ്ങൾക്കും അത് തെളിവായിട്ട് വരും എന്നുള്ളത് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഇനി ഇതല്ലാതെ ഏതെങ്കിലും ന്യായയുക്തമായിട്ടുള്ള ഏതെങ്കിലും വ്യാഖ്യാനങ്ങളെ കൊണ്ടുവരാമെങ്കിൽ നിശ്ചയമായിട്ടും ഞാൻ കണ്ടിരിക്കുന്നത് തെറ്റാണെങ്കിൽ അത് ഞാനിപ്പോഴും പറയാറുണ്ട്, ഞാൻ തിരുത്താൻ തയ്യാറാണ്. നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു ഇതിനേക്കാൾ, ഈ ഞാൻ വ്യാഖ്യാനിച്ചതിന് അതിലും പൊരുളുമായി വ്യാഖ്യാനിച്ചതിനേക്കാൾ ഏതെങ്കിലും വിധത്തിലുള്ളതായ മറ്റെന്തെങ്കിലും വ്യാഖ്യാനങ്ങൾ ഇന്ന് ഇഷ്ടംപോലെ പഠനമുണ്ട്. നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ കൊണ്ടുവന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് യാതൊരു കുഴപ്പമില്ല. ഞാനീ പറയുന്നതിനെ മാറ്റണമെങ്കിൽ മാറ്റാം. പക്ഷേ എൻ്റെ അന്തരാത്മാവിൽ ഇത് ശരിയാണെന്ന് എൻ്റെ ബുദ്ധിക്ക് തെളിവാകുന്നത് കൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് ഇതിനെ മറ്റാർക്കും എന്നെ ഖണ്ഡിച്ച് കളയാൻ കഴിയത്തില്ല എന്നുള്ള വ്യക്തമായ ഉറപ്പ് ദൈവാത്മാവ് എനിക്ക് തന്നിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. ഇനി അല്ല, തെളിയിക്കാനുണ്ടെങ്കിൽ കൊണ്ടുവന്നു നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു കുഴപ്പമില്ല, സന്തോഷമേ ഉള്ളൂ. അല്ലാതെ അടിച്ചേൽപ്പിക്കുകയല്ല, ഇതിങ്ങനെ ആകണം, നിങ്ങളിത് മനസ്സിലാക്കണം, അങ്ങനെയില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണെന്നുള്ള ഒരു ഉൾക്കാഴ്ചയുണ്ട്. കാരണം സെക്രട്ടറി 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകത്തോടുള്ള ബന്ധത്തിൽ, ആഗോള സഭയുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന്മേലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത്, പരിശുദ്ധാത്മാവിൽ ആണ് സ്ഥാപിതമായെന്നും അത് 7 വിളക്കുകൾ കാണിക്കുന്നതും 7 കുഴലുകൾ കാണിക്കുന്നതും കർത്താവ് പത്മോസിൽ വെച്ച് കണ്ട യോഹന്നാൻ ദർശനത്തിൽ കണ്ട അതേ കാര്യം തന്നെയല്ലേ? അല്ലാതെ ഇതിനെ മറ്റെങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? ഓക്കെ, അപ്പോൾ ഇത് ഒലുപരമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. പറയുന്നതിൻ്റെ അർത്ഥം പഴയ നിയമ വിശ്വാസികളായിട്ടോ ഇസ്രായേലുമായിട്ടോ പുതിയ നിയമസഭയ്ക്ക് ആത്മീയമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് വ്യത്യസ്തമായിട്ടുള്ളതാണ്. യേശുക്രിസ്തുവാകുന്ന അടിസ്ഥാന കല്ലിന്മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് പണിതിരിക്കുന്നതാണ് ദൈവസഭ. അതിനെയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യദർശനായ ഒരുവിനെ കണ്ടു എൻ്റെ തലയും എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. 7 പൊൻനിലവിളക്കിൻ്റെ നീ കണ്ട 7 പൊൻനിലവിളക്കിൻ്റെ വിവരവും 7 നക്ഷത്രം ദൈവത്തിൻ്റെ വീട് 7 സഭകൾ ദൂതന്മാരാകുന്നു. അപ്പോൾ 7 നക്ഷത്രം, 7 നിലവിളക്ക്, 7 സഭകളാകുന്നത് പറഞ്ഞു. ഇവിടെ 7 വിളക്കുകൾ, 7 വിളക്കും തലയ്ക്കുള്ളൊരു കുടം അന്ന് സ്ഥാപിതമായിട്ടില്ല. ഇത് നിഴലായി നിൽക്കുക. അതുകൊണ്ടാണ് നിലവിളക്കല്ലാത്തത്. എവിടെയാണ് നിൽക്കുന്നത്? ക്രിസ്തുയേശുവിൽ നിൽക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ പണിയപ്പെടും. അത് ആഗോള സഭയായിട്ട് പൊരുളായി വരും. അത് വന്നപ്പോഴാണ് ഈ യേശു ക്രിസ്തു വന്ന് പൊന്നുകൊണ്ടുള്ള വിളക്ക് തണ്ടായവൻ മധ്യഭാഗത്ത് നിൽക്കുന്നത്. അവന് ചുറ്റിലുമായിട്ട് 7 നിലവിളക്കുകളെ കാണിക്കുന്നു, പൊൻനിലവിളക്കുകളെ കാണിക്കുന്നു. ഇതിനെ നക്ഷത്രം ആയിട്ടുള്ള ദൂതന്മാരാണ് ഇതിനെ പുഷ്ടീകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അത് തന്നെയാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ 7 പൊന്നുകൊണ്ടുള്ളൊരു വിളക്ക് തണ്ട് വചനമാമെന്ന ക്രിസ്തു എന്ന യേശുവിനെ വെളിപ്പെടുത്തുന്നു. അവനാണ് സഭയുടെ സ്ഥാപകൻ, സഭയുടെ ആധാരം അവനാണ്. രക്തത്താലാണ് സഭ സ്ഥാപിച്ചിരിക്കുന്നത്. തലയ്ക്കുള്ളൊരു കുടം കാണിക്കുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തെയാണ് കാണിക്കുന്നത്. പരിശുദ്ധാത്മാവാൻ ദൈവത്താലാണ് കാണിച്ചിരിക്കുന്നത്. 7 വിളക്കും 7 കുഴലും കാണിക്കുന്നത് ആഗോളപരമായിട്ടുള്ള 7 സഭകളെയും 7 ദൂതന്മാരെയുമാണ്. 7 ദൂതന്മാരുമാണ് അതിനെ കാണിച്ചിരിക്കുന്നത്. ഇനി 2 ഒലിവുമരം ഇടത്തും വലത്തും നിൽക്കുന്നതായിട്ട് കാണിച്ചിരിക്കുന്നു. ഇവിടെ 2 ഒലിവുമരം എന്ന് പറയുമ്പോൾ അതെന്താകുന്നു എന്നുള്ളതിന് വ്യാഖ്യാനിക്കാം. 2 ഒലിവുമരം നമുക്കിനി ഉള്ള പഠനത്തിൽ ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കി പോകണം. ഞാൻ ഇതുവരെയും 2 ഒലിവുമരവും 2 നക്ഷത്രവും 2 നിലവിളക്കും എന്നൊക്കെ പറഞ്ഞു പോയിട്ട് കൊണ്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പലർക്കും അത് വേണ്ട രീതിയിൽ ഗ്രഹിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇതുകൂടെ മനസ്സിലാക്കി കഴിയുമ്പോൾ അത് ഉള്ളിലോട്ടൊന്ന് വീഴും. ശരിയാണ് എന്നുള്ള ഒരു ആധികാരികത വരുമെന്നുള്ളത് ഞാൻ ഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്രയും ഈ കർഷണ സാഹിത്യത്തെ മുഴുവൻ വെളിപ്പെടുത്തുന്നത്.
അല്ലെങ്കിൽ പൊതുവെ വായിച്ചങ്ങ് പോയാൽ മതി. പക്ഷേ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇത്രയും ഭാഗം വ്യാഖ്യാനിച്ചതിനകത്ത് അപാകതയില്ലല്ലോ. ഇങ്ങനെ നമുക്ക് തുടർന്ന് ഭാഗത്തേക്ക് ചിന്തിക്കാം. ഇവിടെ അവൻ കാണുന്നത് 2 ഒലിവുമരം കാണുകയാണ്. ഈ 2 ഒലിവുമരം വന്ന് അത് ഇടത്ത് ഭാഗത്തും വലത്ത് ഭാഗത്തും നിൽക്കുന്നു. അപ്പോൾ ഇടത്തൊരു ഒലിവുമരമുണ്ട്, വലത്തൊരു ഭാഗമുണ്ട്. ഇത് കാണിക്കുന്നത് ലോകാരംഭം മുതൽ കർത്താവിൻ്റെ മഹത്വപ്രത്യക്ഷയാകുന്ന രണ്ടാമത്തവന് മുമ്പ് നടക്കുന്ന ഒന്നാമത്തെ പുനരുത്ഥാനം വരെ സ്വർഗീയ യെരൂശലേം എന്ന നഗരത്തിൽ ഉൾപ്പെടുവാനുള്ള പഴയ നിയമ ശ്രേഷ്ഠന്മാരായ വിശുദ്ധന്മാരെയാണ് 2 ഒലിവുമരം കാണിക്കുന്നത്. അപ്പോൾ നമുക്കത് വ്യക്തമാക്കി നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകും. ലോക ആരംഭം മുതൽ ഈ കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷത കഴിഞ്ഞ് 2 സാക്ഷികളോടുള്ള ബന്ധത്തിൽ 2 സാക്ഷികൾ കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ പുനരുത്ഥാനത്തോട് ബന്ധത്തിലുള്ള സമയത്ത് 2 ഒലിവുമരത്തോടുള്ള ബന്ധത്തിൽ ഒന്നാമത്തെ ഒലിവുമരം പ്രതിനിധീകരിക്കുന്നത് അത് മീതെയുള്ള പറുദീസയിലെ 1-ാം സ്വർഗത്തിലുള്ള വിശുദ്ധന്മാരെയാണ് കാണിക്കുന്നത്. രണ്ടാമത്തെ ഒലിവുമരം വലതുവശത്തുള്ളത് വലത് ഭാഗത്ത് കാണിക്കുന്നത് അത് കഷ്ടതയുള്ള ബന്ധത്തിലാണ് കാണിക്കുന്നത്. അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് അത് 144,000 പേരാകുന്ന യെദുക്രിസ്തുവിൻ്റെ സമയത്ത് തല ഛേദിക്കപ്പെട്ട് യാഗപീഠത്തിൻ്റെ കീഴിൽ അഥവാ ഭൂമിക്ക് കീഴിൽ സൂക്ഷിക്കുന്ന ആത്മാക്കളുടെ ഗണമാണ് 144,000. ഇവരെ തേജസ്സിൻ്റെ ബന്ധത്തോട് പറയുകയാണെങ്കിൽ പഴയ വിശുദ്ധന്മാർക്ക് ലഭിക്കുന്ന തേജസ് അത് നക്ഷത്ര തേജസ്സായിരിക്കും. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ ഒലിവുമരമാകുന്ന 2 ഒലിവുമരത്തിൽ ഒന്നാമത്തെ ഒലിവുമരമാകുന്നത് പഴയ നിയമത്തിൻ്റെ ശ്രേഷ്ഠന്മാരാകുന്ന ഹാബേൽ മുതൽ അബ്രഹാം ഉൾപ്പെടെ ഹാനോക്ക് അങ്ങനെയുള്ള എല്ലാവരും ഉൾപ്പെടെയുള്ള ഈ ഒരു കൂട്ടം പ്രതിനിധീകരിക്കുന്നത് അത് ഒന്നാമത്തെ നിലവിളക്കാണ്. ഒന്നാമത്തെ നിലവിളക്ക് പ്രതികരിക്കുന്നത് അവർ മരിച്ചുപോയ ആ യോഗ്യതയുള്ളവർ ഇപ്പോൾ വിശ്രമിക്കുന്നത് പർദീസിലെ 1-ാം സ്വർഗത്തിലാണ്. ഇവര് എന്നുവരെ ഇവരുടെ എണ്ണം തികയപ്പെടാനുണ്ട്. 2 സാക്ഷിയുടെ ശുശ്രൂഷ തികയുന്ന 1260 ദിവസം വരെയുണ്ട്. അവരിലേക്ക് എത്തിച്ചേരാനുള്ളവരുണ്ട്. അതാണ് 1-ാമത്തെ നിലവിളക്ക് കാണിക്കുന്നത്. ഒന്നാമത്തെ ഒലിവുമരം കാണിക്കുന്നത് ഒന്നാമത്തെ ഒലിവുമരം ഒന്നുകൂടെ ഞാൻ പറയാം. ഒന്നാമത്തെ ഒലിവുമരം ഇടതുവശത്ത് പ്രതിനിധീകരിക്കുന്നത് അത് കാണിച്ചിരിക്കുന്നത് ലോകാരംഭം മുതൽ സാധാനിക മഹോത്സവത്തിൻ്റെ 3.5 വർഷം കഴിഞ്ഞ് ശുശ്രൂഷ തേക്കുന്നവരെയും ഒന്നാമത്തെ സ്വർഗമാകുന്ന ഈ പഴയ നിയമശ്രേഷ്ഠന്മാരുടെ നിലവാരത്തിൽപ്പെടാനുള്ളവർ ഉൾപ്പെടാനുണ്ട്. അത് സ്ത്രീയുടെ സന്തതിയിൽപ്പെടും മീതെയുള്ള യെരൂശലേമിനോട് ബന്ധത്തിൽപ്പെടുന്നവരാണ്. അവരിൽ ഈ എണ്ണം തികയപ്പെടുന്നവരെയും ഒന്നാമത്തെ ഒലിവുമരം ഇടതുവശം നിൽക്കുന്നു. 2-ാമത്തെ ഒലിവുമരം കാണിക്കുന്നത് ഈ സ്ത്രീയുടെ സന്തതിയിൽ ശേഷിപ്പിക്കപ്പെടുന്നവരാണ് ഇവർ തന്നെ. അപ്പോൾ അത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ യെദുക്രിസ്തുവിൻ്റെ ഭരണത്തിൽ 3.5 വർഷത്തെ യെദുക്രിസ്തുവിൻ്റെ ഭരണത്തിൽ എണ്ണി 144,000 പേര് ഓരോ ഗോത്രത്തിൻ്റെയും മാറ്റിവെച്ചിട്ടുണ്ട്. അവരൊന്ന് തല ഛേദിക്കപ്പെട്ടവരായി തലയറക്കപ്പെട്ടവരായി അവരോടൊന്ന് ലോകത്തു നിന്ന് മരിക്കും. അവിടെ ആത്മാക്കൾ ഭൂമിക്ക് കീഴിലേക്കാണ് പോകുന്നത്. അവർ അത് യാഗപീഠത്തിന് കീഴിലെന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ ആത്മാക്കളെ കണ്ടെന്ന് പറയുന്നതാണ്. അത് യെദുക്രിസ്തുവിൻ്റെ ഭരണത്തിൽ അവർ തലയറക്കപ്പെടുന്നവരാണ്. ഇവർക്ക് കിട്ടുന്ന തേജസ് നക്ഷത്ര തേജസ്സാണെങ്കിലും പഴയ വിശുദ്ധന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള തേജസ്സായിരിക്കും ലഭിക്കുന്നത്. ഇവരെവിടെയാണ് നിത്യതയിൽ കാണുന്നത്? നമുക്ക് സ്വർഗീയ പുതിയ യെരൂശലേമിലുള്ള ബന്ധത്തിൽ ഇവരെ ഗോപുരങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്നത് നക്ഷത്രത്തിന് വ്യത്യസ്തമുള്ള 144,000 പേരെ 12 ഗോത്രങ്ങളുള്ള ബന്ധത്തിൽ ഗോപുരങ്ങളുള്ള ബന്ധത്തിൽ കാണാം. അവർ വലതുവശത്തുള്ള ഒലിവുമരത്തെ കാണിക്കുമ്പോൾ നഗരത്തിൻ്റെ മതിലിനോടുള്ള ബന്ധത്തിലാണ് ഒന്നാമത്തെ ഒലിവുമരം പഴയ നിയമത്തിൻ്റെ ശ്രേഷ്ഠന്മാരായിട്ടുള്ളവരെ വെളിപ്പെടുത്തിയിരിക്കുന്നപ്പോൾ പഴയ നിയമത്തിൻ്റെ പ്രമാണത്തിൽപ്പെടുന്ന പഴയ നിയമത്തിൻ്റെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള അബ്രഹാം ഉൾപ്പെടെയുള്ള വിശുദ്ധന്മാർ മതിലിൻ്റെ ഭാഗം അവരുടെ തേജസ് നക്ഷത്ര തേജസ്സാണ്. അത് ഗോപുരങ്ങളുടെ ബന്ധത്തിൽ 144,000 പേര് അതിനാണ് 2-ാമത്തെ ഒലിവുമരം. അപ്പം 2 ഒലിവുമരം ആരാകുന്നുള്ളത് പഴയ നിയമത്തിൻ്റെ വിശുദ്ധന്മാരോടും അത് പഴയ നിയമ വിശുദ്ധന്മാരായിരിക്കുന്നവരിലെ ഇസ്രായേലിനുള്ള ബന്ധത്തിലെ ഭൂമിയുടെ ആദിഫലമാകുന്ന 144,000 പേരുമാകുന്ന ഇവരാണ് 2 ഒലിവുമരം ഇടത്തും വലത്തും നിൽക്കുന്നത്. ഇവർ 2 പുനരുത്ഥാനങ്ങളിലാണ് ഇവർ സ്വർഗാസുഖത്തിലേക്ക് എത്തുന്നത്. ഇവർക്ക് ലഭിക്കുന്ന തേജസ് നക്ഷത്ര തേജസ്സാണ്. എന്നാൽ പഴയ വിശുദ്ധന്മാരായിരിക്കുന്ന അബ്രഹാമിന് കിട്ടുന്ന ആ തേജസ് വ്യത്യസ്തമായിരിക്കും 144,000 പേരാകുന്ന ഗോപുരങ്ങളോട് ബന്ധത്തിൽപ്പെടുന്നവർക്ക് ലഭിക്കുന്നത്. ഈ വ്യാഖ്യാനം മനസ്സിലായി എങ്കിൽ നമുക്കതിൻ്റെ
ഏകദേശം ഒരു 90% പഠനം നമുക്ക് മനസ്സിലായി. 2 സാക്ഷികളുടെ ബന്ധത്തിലുള്ള നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. 2 ഒലിവുമരമാരാണെന്ന് മനസ്സിലായി. ഇവിടെ ഇനിയും രണ്ട് നിലവിളക്കാരാണ് എന്നുള്ളത് ഇവിടെ അത് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ നമുക്ക് ആഗോള സഭയാണുള്ളത് കാണുന്നത്. അപ്പോൾ ആഗോള സഭയുള്ള ബന്ധത്തിൽ അതിൻ്റെ അകത്ത് 30 മേനിയുണ്ട്, 60 മേനിയുണ്ട്, 100 മേനിയുണ്ട്. ഈ മന്ദിരത്തോടുള്ള ബന്ധത്തിൽ അതിൻ്റെ പണി പൂർത്തീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ പിന്നീട് ഈ ഈ ഈ പറയുന്ന കുടവും കാണുന്നില്ല, കുഴലും കാണുന്നില്ല, നിലവിളക്കം കാണുന്നില്ല, 7 വിളക്കം കാണുന്നില്ല. 7 വിളക്കം കാണുന്നില്ല. അങ്ങനെയല്ലേ? അങ്ങനെ ഒരു കാണുന്നില്ല. പിന്നീട് കാണുന്നത് അതിൻ്റെ 5-ാമത്തെ വാക്യം. എന്നോട് അപ്പോൾ ഈ ദൈവസഭ ആഗോള ദൈവസഭയിൽ നിന്ന് ആദ്യജാതന്മാരുടെ സഭ എടുക്കപ്പെട്ടു പണി പൂർത്തീകരിക്കപ്പെട്ടു. മന്ദിരത്തിൻ്റെ പണി പൂർത്തീകരിക്കപ്പെടുകയാണ്. പക്ഷെ നഗരം പണിയപ്പെട്ടിട്ടില്ല, നഗരമതിൽ പണിയപ്പെട്ടില്ല, ഗോപുരം പണിയപ്പെട്ടിട്ടില്ല. അപ്പം അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് മാറുന്നത്? കുടവും അതുപോലെ തന്നെ അതിനോട് ബന്ധപ്പെട്ട വിളക്കുകളും കുഴലുമാണ് അപ്രത്യക്ഷമാകുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ 5-ാം വാക്യം, എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നോട് ഇതെന്താകുന്നെന്ന് നീ അറിയുന്നില്ലയോ? കുടത്തെ വലത്തുനിന്നും അതിനരികെ കുടത്തിൻ്റെ വലത്ത് ഭാഗത്തുനിന്നും ഇടത്ത് ഭാഗത്തുനിന്നും ഇങ്ങനെ 2 ഒലിവുമരം ഞാൻ കാണുന്നുണ്ട് പറഞ്ഞു. എന്നോട് സംസാരിക്കുന്ന ദൂതനോട് ഞാൻ യജമാനെ ഇതെന്താകുന്നു എന്ന് ചോദിച്ചു. എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നോട് ഇതെന്താകുന്നെന്ന് നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല യജമാനെ എന്ന് ഞാൻ പറഞ്ഞു. അവൻ എന്നോട് ഉത്തരം പറഞ്ഞു തന്നാൽ സെരുബ്ബാബേലിനരികെയുള്ള യഹോവയുടെ അരുളപ്പാടാണ്, സൈന്യത്താലും ശക്തിയാലുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഈ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പണിയുള്ള ബന്ധം മന്ദിരത്തിന് പണി പൂർത്തീകരിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സെരുബ്ബാബേലിൻ്റെ കൈ ആലയത്തിൻ്റെ അടിസ്ഥാനം ഇട്ടിരിക്കുന്നു, അവൻ്റെ കൈ തന്നെ തീർക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നത് നീ അറിയും. അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർത്തിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് ഇവനെ ബലപ്പെടുത്തുന്നതാണ് അതിൻ്റെ 11 വരെയുള്ള 10 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ അവന് മനസ്സിലായി ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ മന്ദിരം പണി ഈ യെരൂശലേമുള്ള ബന്ധത്തിൽ മന്ദിരത്തിൻ്റെ പണി പൂർത്തീകരിക്കപ്പെടും. 11-ാം വാക്യത്തിൽ അവൻ ചോദിക്കുകയാണ്. അതിന് ഞാൻ അവനോട് വിളക്ക് തണ്ടിന് ഇടത്ത് ഭാഗത്തും വലത്ത് ഭാഗത്തുമുള്ള 2 ഒലിവുമരവും എന്താകുന്നു എന്ന് ചോദിച്ചു. അപ്പം ഇവിടെ വിളക്ക് തണ്ടുണ്ട്, പൊന്നുകൊണ്ടുള്ള വിളക്ക് തണ്ട് മാറിപ്പോയിട്ടില്ല. എന്നാൽ ഈ കുടവും കാണുന്നില്ല, അതിന് ചുറ്റുമുള്ള 7 വിളക്കുമില്ല, കുഴലുമില്ല. അതാണല്ലോ ആഗോള സഭ എന്നുള്ള പൊന്നിറവിളക്കാകുന്ന ആദിജാതന്മാരുടെ സഭ പരിശുദ്ധാത്മാവ് എടുക്കപ്പെട്ടതിന് ശേഷം കാര്യങ്ങളെയാണ് അതിൻ്റെ 11-ാം വാക്യത്തിൽ അവൻ കാണുന്നത്. ഞാൻ അവനോട് വിളക്ക് തണ്ടിന് ഇടത്ത് ഭാഗത്ത്, അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് പറഞ്ഞില്ല. ലോകാവസാനത്തോളം എല്ലാ നാളും കൂടി ഇരിക്കാന്ന് പറഞ്ഞില്ല. യേശു കർത്താവാണ് പറഞ്ഞത് എല്ലാ ലോകാവസാനത്തോളം ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. വ്യാഖ്യാനം ശരിയാണ് തെളിയിക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഇപ്പം ഈ ദർശകനാകുന്ന സെക്രിയാവ് കാണുന്നത് കുടം കാണുന്നില്ല, 7 വിളക്ക് കാണുന്നില്ല, ആ വിളക്കുകളെയും കുടത്തെയും ബന്ധിച്ചിരുന്ന കുഴൽ കാണുന്നില്ല. അതിൻ്റെ അർത്ഥം നാം പഠിപ്പിക്കുന്ന ആദിജാതന്മാരുടെ സഭ തികവ് പ്രാപിച്ച് എടുക്കപ്പെട്ടാലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചിരുന്നു. 7 കണ്ണുകൾ ഭൂമിയിലേക്ക് ദർശിച്ചു, 7 കണ്ണുകൾ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിരുന്നു. അപ്പോൾ ഈ കർത്താവ് പറഞ്ഞു ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും എന്നുള്ളത്. ഈ വിളക്ക് തണ്ടുണ്ട്. ഈ വിളക്ക് തണ്ടിൻ്റെ ഇരുഭാഗത്തുമാണിത് കാണുന്നത്. ഞാൻ അവനോട് വലത്ത് ഭാഗത്തുമുള്ള 2 ഒലിവുമരം എന്താകുന്നു എന്ന് ചോദിച്ചു. അത് മുഴുവനായിരുന്നില്ല. അവൻ ദർശനം കണ്ടപ്പോൾ 2 ഒലിവുമരം മാത്രമേ കാണുന്നുള്ളൂ. പഴയ നിയമത്തിൽ ഭാഗമായിട്ടാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒറ്റ രീതിയിൽ മനസ്സിലായില്ല. എന്നിട്ട് അവൻ പറയാണ്, ചോദിച്ചു. ഞാൻ 2-ാം പ്രാവശ്യം അവനോട് അത് ക്ലിയറായി കിട്ടുകയാണ്. അവന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ് 2 ഒലിവുമരം മാത്രമല്ല. ഞാൻ 2-ാം പ്രാവശ്യം അവനോട് പൊന്നുകൊണ്ടുള്ള 2 നാളത്തിനരികെ പൊന്നിറമായ എണ്ണ ഒഴുകുന്ന 2 ഒലിവ് കൊമ്പ് എന്തെന്ന് ചോദിച്ചു. ഇവിടെ ഛേദിക്കപ്പെട്ട അവസ്ഥയിൽ 2 ഒലിവ് കൊമ്പുകളെ കാണിക്കുക, 2 പൊന്നാളത്തെ കാണിക്കുക. ഈ 2 പൊന്നാളവും 2 ഒലിവ് കമ്പുകളും
ഇപ്പം ഒലിവ് കൊമ്പുകളും. ഇതെന്താകുന്നു എന്നുള്ളത് അവൻ ചോദിക്കും. അപ്പം ആദ്യം ചോദിച്ചത് രണ്ട് മരം എന്താണ്, ഒലിവ് മരം എന്താണ് ചോദിച്ചത്, രണ്ട് ഒലിവ് മരം. ഈ രണ്ട് ഒലിവ് മരം മാത്രമല്ല എന്ന് മനസ്സിലായി. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് ആഗോള ദൈവസഭയോടുള്ള ബന്ധത്തിൽ മീതെയുള്ള യെരൂശലേമിനെ വെളിപ്പെടുത്തിയിട്ട് ഇവരാണ് പുതിയ യെരൂശലേമിനോടുള്ള ബന്ധത്തിൽ ഉൾപ്പെടുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആദ്യം കണ്ടത്. മുഴുവനും കാണുകയാണ്. എന്നാൽ അതിൽ നിന്ന് ഒരു ഭാഗം പൂർത്തീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ ഇവൻ ചോദിക്കുന്ന രണ്ട് ഒലിവുമരം എന്താകുന്നു എന്ന് ചോദിച്ച് വിളക്കുതണ്ടും ഒലിവുമരമാണ് കാണുന്നെങ്കിൽ ഇതിൻ്റെ പുനരുത്ഥാനം അടുക്കുന്ന സമയത്ത് ഇത് ഛേദിക്കപ്പെട്ടതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവര് വാസ്തവത്തിൽ ഇവര് രക്തസാക്ഷി, ഇവര് തലഛേദിക്കപ്പെട്ടവരായിട്ട് ഇവർ മരിച്ചിട്ടാണ് ഇവര് എടുക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ സാത്താനിക മഹോത്സവത്തിൽ അവസാനം വരുമ്പോൾ ഈ രണ്ട് സാക്ഷികളിൽ തികവുള്ളവരെയും കൊന്നുകളയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഛേദിക്കപ്പെട്ടതായി കാണിച്ചിരിക്കുന്നത്. പൊന്നാളത്തെ കാണിച്ചിരിക്കുന്നത്, രണ്ട് ഒലിവ് കൊമ്പിനുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് 3.5 വർഷത്തെ സൂക്ഷയുടെ സമയത്ത് അവർക്ക് പ്രത്യേക വരമുള്ളവരെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ ദൈവം അനുവദിച്ചു കൊടുക്കുമ്പോൾ എതിർക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. അതേക്കുറിച്ച് നമ്മൾ എതിർക്രിസ്തു പാട്ട് നമ്മൾ പഠിക്കും. എന്തുകൊണ്ടാണ് ഒലിവ് മരം രണ്ട് ഒലിവ് കൊമ്പായത് എന്നുള്ളത് കാണിക്കുന്നത് പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ ഒലിവ് കൊമ്പായിട്ട് കാണിച്ചിരിക്കുകയാണ്. അതുപോലെ ഇവിടെ ശുശ്രൂഷയുടെ ബന്ധത്തിലാണ് കാണിച്ചത്, രണ്ട് ഒലിവ് മരമായിട്ട് നിൽക്കുകയാണ്. അതവിടെ ശുശ്രൂഷ തീരുമ്പോൾ ഇവരെ ഒലിവ് കൊമ്പുകളുള്ള ബന്ധത്തിലും രണ്ട് പൊന്നാളത്തോടുള്ള ബന്ധത്തിലാണ് നിൽക്കുന്ന. കാരണം സഭ ആദിജാതന്മാരുടെ സഭ എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ സാത്താനിക മഹോത്സവം ഉണ്ടാകുകയും സാത്താനിക മഹോത്സവത്തിൻ്റെ അവസാനത്തെങ്കിൽ ഈ അന്ന് ശുശ്രൂഷ തേച്ച് നിൽക്കുന്ന അവരെ കൊന്നുകളയുകയാണ് ചെയ്യുന്നത്. എതിർക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ തല ഛേദിച്ച് അവരെ കൊന്നു തുടങ്ങുകയാണ്. എതിർക്രിസ്തുവിൻ്റെ പണ്ണത്വ ആരംഭത്തോടു കൂടിയാണ് തല ഛേദിക്കപ്പെടുന്ന പരിപാടി തുടങ്ങുന്നത്. അന്ന് ഇവരെ കൊന്നുകളയുമ്പോൾ അവർ യെരൂശലേം വീതി കിടക്കുന്നവരും സ്വകാര്യമാണ് കിടക്കുന്നതിനെക്കുറിച്ച് നമ്മൾ വരുന്ന ദിവസം പഠിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഒലിവ് മരത്തെ രണ്ട് ഒലിവ് കൊമ്പുകളുള്ള ബന്ധത്തിൽ പൊന്നിറമോ എണ്ണയൊഴുകുന്ന ഒലിവ് അഭിഷിക്തന്മാരെ കാണിക്കുകയാണ്. അതുപോലെ തന്നെ രണ്ട് പൊന്നാളത്തെ കാണിക്കുകയാണ്. അത് പ്രവാചകൻ ചോദിക്കുക, എന്താണെന്ന് ചോദിച്ചത്, നീ ഇതെന്താകുന്നെന്ന് അറിയുന്നില്ല എന്ന് ചോദിച്ചാൽ ഇല്ല യജമാനെ എന്നവൻ പറഞ്ഞു. അതിനെ ദൂതൻ പറയുകയാണ്, ഇവർ സർവ്വഭൂമിയുടെയും കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന രണ്ട് അഭിഷിക്തന്മാർ എന്ന് പറഞ്ഞു. ദൈവത്തിന് സന്നിധിയിൽ നിൽക്കുന്ന രണ്ട് അഭിഷിക്തന്മാർ എന്ന് പറഞ്ഞു. രണ്ട് അഭിഷിക്തന്മാർ ഇവരാരാണ്? കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന രണ്ട് അഭിഷിക്തന്മാരാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴാണ് ഇത് കണ്ടത്? ആദിജാതന്മാരുടെ സഭ എടുക്കപ്പെട്ട ശേഷമാണ് ഇത് മനസ്സിലാകുന്നത്. ഇപ്പോൾ രണ്ടാം പ്രാവശ്യം ചോദിക്കണം, കർത്താവിനോട് കൂടി ഇരിപ്പാൻ വരം ലഭിച്ച അതിശ്രേഷ്ഠന്മാരുടെ നിലവാരത്തിൽ നിർമ്മല കന്യകയുടെ സ്വർഗീയ പ്രവേശാനന്തരമാണ് പരദേശത്തിൽ വിശ്രമിക്കുന്നവരും അതേ നിലവാരത്തിൽ ഭൂമിയിൽ അവശേഷിക്കുന്ന വിശുദ്ധന്മാരും ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയുടെ സന്തതിയിലെ ശേഷിപ്പുള്ളവരാണ്. അതുവരെയുള്ള രണ്ട് വിഭാഗക്കാരെ ഇവിടെ പ്രദാനം ചെയ്യുന്ന രണ്ട് ഒലിവ് കൊമ്പും രണ്ട് പൊന്നാളങ്ങളോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സർവ്വഭൂമിയുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നവരാണ് വിശുദ്ധ നഗരത്തിൽ ഉൾപ്പെടുന്ന വിശുദ്ധന്മാർ. അപ്പം വളരെ കൃത്യമാണിത്. ഇവരുടെ സ്ഥാനം മന്ദിരമാകുന്ന ക്രിസ്തുവിനോട് കൂടെയല്ല, വ്യത്യസ്തമായിട്ട് നിൽക്കുകയാണ്, വേർപെട്ട് നിൽക്കുക. എന്നാൽ ആദിജാതന്മാരുടെ സഭ ഉൾപ്പെട്ടിരുന്ന ആഗോള സഭ എന്തിനോട് ബന്ധപ്പെട്ട് ക്രിസ്തുവിനോട് പരിശുദ്ധനോട് ബന്ധപ്പെട്ട് നിൽക്കുക. ഇത് തികവ് പ്രാപിച്ചെടുക്കപ്പെട്ടു. പിന്നീടുള്ളത് രണ്ട് ഒലിവ് കൊമ്പും രണ്ട് നിലവിളക്കുമാകുന്നു. ഇപ്പോൾ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ കാണുന്ന രണ്ട് നിലവിളക്ക്, രണ്ട് ഒലിവ് മരം ആര് എന്നുള്ളത് രാത്രിയിൽ സെക്കരിയാവിൻ്റെ പ്രവചനം 4-ാം അധ്യായത്തിലുള്ള ബന്ധത്തിൽ നിഴലും പൊരുളുമായിട്ടുള്ള ബന്ധത്തിൽ നാം വ്യാഖ്യാനിച്ചപ്പോൾ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭൂമിയുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന രണ്ട് ഒലിവ് വൃക്ഷവും രണ്ട് നിലവിളക്കമാകും. ഇവർ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന രണ്ട് അഭിഷിക്തന്മാരാകും. അപ്പോൾ ഇവരെ ആദ്യം ആദ്യം ഇവരെ രണ്ട് ഒലിവ് മരത്തോടെ ബന്ധത്തിൽ കണ്ടു. അതിനുശേഷമായിട്ട് അവരുടെ പുനരുത്ഥാനം അടുക്കുന്ന സമയത്തോട് വരുമ്പോൾ രണ്ടാമത് കാണുന്നത് രണ്ട് പൊന്നാളവും എണ്ണയൊഴുകുന്ന രണ്ട് ഒലിവ് കൊമ്പുമാണ്. അത് അവരുടെ പുനരുത്ഥാനത്തെയാണ് കാണിക്കുന്നത്. രണ്ട് ഒലിവ് മരം ഛേദിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അവർ മരിച്ചിട്ടാണ് ഇവിടുന്ന് അവരുടെ പുനരുത്ഥാനം ഉണ്ടാകുന്നത്. ഈ രണ്ട് സാക്ഷ്യ പുനരുത്ഥാനത്തിൻ്റെ ആദ്യം 3.5 വർഷക്കാലം ഇവരെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അവിടെ ശുശ്രൂഷ ചെയ്യുന്നവരെ ഇവരെ തൊടാൻ കഴിയത്തില്ല. അതിനുശേഷമായി
ദൈവം അനുവദിച്ചു കൊടുക്കും യുദ്ധം ചെയ്തവരെ ജയിക്കാനായിട്ട്. അതൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ഇപ്പം 2 ഒലിവ് മരവും 2 നിലവിളക്കും എന്നുള്ളത് സ്ത്രീയുടെ സന്തതിയിൽ ശേഷിപ്പെടുന്നവരാണെന്നും അത് ദൈവകൽപ്പന പ്രമാണിക്കുന്നവരെ 2 ഒലിവ് മരത്തോടെ ബന്ധത്തിൽ പഴയ നിയമത്തിൻ്റെ സാക്ഷിയുടെ ഗണത്തെയും 2 നിലവിളക്ക് കാണിക്കുന്നത് സ്ത്രീയുടെ സന്തതിയിൽ ശേഷിപ്പെടുന്ന സഭയുടെ ശേഷിപ്പായിരിക്കുന്ന ആഗോള സഭയിൽ ശേഷിപ്പായിട്ടുള്ളവരെയുമാണ് 2 നിലവിളക്ക് കാണിക്കുന്നത്. ഇത് വ്യാഖ്യാനിച്ചാൽ വളരെ വ്യക്തമല്ലേ, വളരെ കൃത്യമല്ലേ ഈ വ്യാഖ്യാനം? നിങ്ങൾക്കത് ഗ്രഹിച്ചെടുക്കാൻ സാധിക്കുന്നില്ലേ? നിലവിളക്ക് എപ്പോഴും കാണിക്കുന്നത് സഭയുള്ള ബന്ധത്തിലല്ലേ കണ്ടത്? സഭയുള്ള ബന്ധത്തിലാണ് കണ്ടത്. 7 പൊൻനിലവിളക്ക് ആദ്യം തികവിനെ കാണിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് 2 നിലവിളക്കാണ്. അത് സ്ത്രീയുടെ സന്തതി ശേഷിപ്പെടുന്നവരാണ്. അവർ സ്വർഗീയ യെരൂശലേം പുതിയ യെരൂശലേമിനോട് ബന്ധപ്പെടാനുള്ളവരാണ്. അവർ സുവിശേഷത്തിൻ്റെ സാക്ഷ്യമുള്ളവരാണ്. 2 ഒലിവ് മരം എന്നുള്ളത് അത് പഴയ നിമിഷന്മാരുടെ ബന്ധത്തിലാണ് കാണിക്കുന്നത്. അവർ പഴയ നിമിഷന്മാർ ശ്രേഷ്ഠമായിട്ടുള്ളവരുണ്ട്. അതുപോലെ തന്നെ എതിർക്രിസ്തുവിൻ്റെ പഠനത്തിൽ രക്തസാക്ഷിത്വം അഥവാ തല ഛേദിക്കപ്പെടുന്നവരുണ്ട്. അപ്പോൾ ഇവരെയാണ് 2 ഒലിവ് മരവും 2 നിലവിളക്കും വെളിപ്പെടുത്തിയത്. സെഖര്യാ ദർശിച്ച പ്രവചനത്തിൽ നിന്ന് വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ്, മർമ്മങ്ങളാണ് നമുക്കിതുവരെ ദൈവാത്മാവ് വെളിപ്പെടുത്തിയത്. അത് ശരിയായ രീതിയിൽ ഗ്രഹിച്ചെടുത്താൽ ഈ വെളിപ്പാട് പുസ്തക പഠനത്തിൽ വരാനുള്ള ഒരുപാട് സംശയങ്ങൾ അങ്ങ് നിവാരണമുണ്ടാകും. 7 പൊൻനിലവിളക്ക് എന്താണ്, 2 നിലവിളക്ക് എന്താണ്, 2 ഒലിവ് മരം എന്താണ് എന്നൊക്കെയുള്ള വ്യക്തത നമുക്കിവിടെ ലഭിക്കാനായിട്ട് സാധിക്കും. അതിൽ സുപ്രധാനമായിട്ടുള്ളത് ദൈവസഭ സ്വർഗീയസിംഹാസനം അഥവാ ആദ്യജാതന്മാരുടെ സഭ സ്വർഗീയസിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ട് കഴിഞ്ഞാലും ദൈവസഭയുടെ ശേഷിപ്പ് ഭൂമിയിൽ അവശേഷിച്ചിരിക്കും എന്നതിൻ്റെ തെളിവാണ് 2 നിലവിളക്ക് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ 2 നിലവിളക്ക് കാണിക്കുന്നത്. അപ്പോൾ 7 പൊൻനിലവിളക്ക് കഴിഞ്ഞാൽ സഭ മുഴുവനും തൂത്തടയ്ക്കപ്പെട്ട് എടുക്കപ്പെടുകയല്ല ചെയ്യുന്നത്. സഭയുടെ ശേഷിപ്പിൽപ്പെടുന്നവരിവിടെ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് വെളിപ്പാട് 11-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന 2 നിലവിളക്ക് ആരാകുന്നു എന്നുള്ളത് അല്ലെങ്കിൽ ആരെങ്കിലും വ്യാഖ്യാനിക്കട്ടെ. നിലവിളക്ക് എന്നുള്ളത് സഭയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പൊൻനിലവിളക്ക് എന്നുള്ളത് സഭയോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞത്. 7 പൊൻനിലവിളക്ക് പറഞ്ഞെങ്കിൽ ഈ 2 നിലവിളക്ക് കാണിച്ചിരിക്കുന്നത് സഭയുടെ ശേഷിപ്പല്ല എങ്കിൽ പിന്നെ ആരാകുന്നു? നമുക്ക് സെഖര്യാ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിലും വെളിപ്പാട് പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലും വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ അടിസ്ഥാനത്തിലും നാം അതിനെ വ്യക്തമാക്കുന്നത് സഭയുടെ ശേഷിപ്പിൽ ഉൾപ്പെടുന്നവരെയാണ് 2 നിലവിളക്കുകൾ സൂചിപ്പിക്കുന്നത്, പ്രതിനിധീകരിക്കുന്നതെന്നാണ് വളരെ വ്യക്തമാക്കപ്പെടുന്നത്. 2 ഒലിവ് മരം കാണിക്കുന്നത് പഴയ നിയമത്തിന്റെ സാക്ഷ്യം വഹിക്കുന്ന ശ്രേഷ്ഠന്മാരായിരിക്കുന്നവരെയും യെശയ്യായുടെ 144 എന്നുള്ളത്. നമുക്ക് ആരെയും നമുക്ക് ഒഴിവാക്കണ്ട. അബ്രഹാമിനെ ഒഴിവാക്കണ്ട, 144 ഒഴിവാക്കണ്ട, മണവാട്ടി സഭയെ ഒഴിവാക്കണ്ട, തോഴിമാരെ ഒഴിവാക്കണ്ട. എല്ലാവരെയും ചേർത്ത് പഠിക്കുന്നതല്ലേ നല്ലത്? ആണോ? ഞാനത് നേരിട്ടുള്ള ക്ലാസ്സിൽ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യാമായിരുന്നു. ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നമ്മളതിൽ തൃപ്തരാണ്. എനിക്ക് നിങ്ങളോട് ചോദിച്ച് നിങ്ങളുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ കണ്ട് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ഡിസ്റ്റർബ് ആകുന്നുണ്ട്. ഞാൻ അതിന് മുതിരുന്നില്ല. എല്ലാവരും നേരിൽ കണ്ട് ക്ലാസ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുള്ള സാഹചര്യം നമുക്കില്ലാത്തതുകൊണ്ടാണ് നാം ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത്. എന്ന് ഈ ഒരു രീതിയിൽ ഞാൻ ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവരും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലേ? നമ്മൾ സന്തോഷിക്കണ്ടേ? എല്ലാ വിശുദ്ധന്മാരെയും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലേ? 30 മേനിക്കാരെ കാണിക്കാം, 60 മേനിക്കാരെ നമ്മളിപ്പോൾ പഠിക്കുന്നുണ്ട്. 100 മേനിക്കാരെ നമ്മൾ കണ്ടു. 100 മേനിക്കാരെ ഒറ്റ കൂട്ടരേ ഉള്ളൂ. ദൈവസഭയ്ക്ക് മാത്രമേ ഉള്ളൂ 100 മേനിയുള്ളൂ. അത് യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും കുഞ്ഞാടിൻ്റെ രക്തത്താൽ ജയം പ്രാപിക്കുന്ന സാത്താനെ ജയിക്കുന്നവരാണ്. ലോകത്തെയും ജഡത്തെയും സാത്താനെയും ജയിക്കുന്നവരാണ് ജയാളികളാകുന്ന സ്വർഗത്തിൽ കഴിയുന്ന ആദിയാത്മാരുടെ സഭ. അവരാണ് പൊൻനിലവിളക്കുകൾ, അവരാണ് കുഞ്ഞാടിൻ്റെ കാന്തയാണ് മണവാട്ടി. അവരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടെ നടക്കുന്ന തോഴിമാരായിട്ടുള്ളവരെ നമുക്ക് 60 മേനിയുള്ളവരെ കാണാൻ സാധിക്കുന്നു. അവർ ചന്ദ്രതേജസ്സുള്ളവരായിരിക്കും. അവരുടെ പുനരുത്ഥാനം 2 ഘട്ടങ്ങളായി നടക്കുന്നു. അവരുടെ തേജസ് ഒന്നാണ്,
രണ്ട് അവര് മണവാട്ടിയുടെ തോഴിമാരാണ്. വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഇടത്തും പുറത്തും തപ്പ കൊട്ടുന്ന കന്യകമാർ നടന്നു. സംഗീതക്കാർ മുമ്പിൽ നടന്നു, വീണക്കാർ പിമ്പിൽ നടന്നു, തപ്പ് കൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു. പ്രധാന എഴുന്നള്ളത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 68 സങ്കീർത്തനമാണ്. ഏതെല്ലാം ഭാഗങ്ങൾ കൊണ്ടുവന്നാലും അതിനോടെല്ലാം ബന്ധത്തിൽ നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാം, ഇന്റർകണക്ട് ചെയ്യാം. ഒരിടത്ത് പോലും ഒരു പ്രയാസം ഉണ്ടാകത്തില്ല. ശരിയായ റൂട്ടിലൂടെയാണ് നാം സഞ്ചരിക്കുന്നെങ്കിൽ, വ്യാഖ്യാനിച്ചു പോകുന്നെങ്കിൽ, നിങ്ങൾ ഏത് വിഷയം കൊണ്ടുവന്നാലും, സഭയോടുള്ള ബന്ധത്തിൽ, തോഴിമാരുടെ ബന്ധത്തിലൊക്കെ കൊണ്ടുവന്നാൽ സകല വിശുദ്ധന്മാരെയും നമുക്ക് ഉൾക്കൊള്ളിച്ച് കൊണ്ടുപോകുവാൻ കഴിയും. അതല്ലെങ്കിൽ അസാധ്യമല്ല. അതുകൊണ്ടാണ് ഇത് ഉൾക്കൊള്ളിച്ച് പോകുമ്പോൾ തേജസ്സിനോടുള്ള ബന്ധത്തിൽ പഠിപ്പിക്കുന്നത്, നിലവിളക്കുകളുള്ള ബന്ധത്തിൽ പഠിപ്പിക്കുന്നത്, ഒലിമരത്തോടുള്ള ബന്ധത്തിൽ പഠിപ്പിക്കുന്നത്, ഇതെല്ലാം പഠിപ്പിക്കുന്നത് ഇത് എല്ലാം പഠിച്ചേ മതിയാകുള്ളൂ, നമുക്ക് ഉൾക്കൊണ്ടേ മതിയാകുള്ളൂ. ഇതെല്ലാം ഉള്ളതാണ്, നടക്കാൻ പോകുന്നതാണ്. ഇത് ഭാവി കാലത്തിൽ സംഭവിക്കാനുള്ളതാണ്. നമ്മൾ ഏതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതും ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാം. ലോകത്തെ ജയിച്ച് 30 മേനിയാണെങ്കിൽ ഈ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരാ അവിടെ പേരിൽ ഉണ്ടെങ്കിൽ ആ നിലവാരത്തിലാണ് മരിക്കുന്നെങ്കിൽ മരണാനന്തരം സമുദ്രത്തിൽ പോയി നമുക്ക് വിശ്രമിക്കാം. കൊടുക്കത്തെ നാളിൽ സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ വെള്ളസിംഹാസനം പോയി വരും. ഭൗമിക തേജസ് പ്രാപിച്ച് പൊതുവാന ഭൂമിയിൽ പ്രവേശിക്കുമ്പോൾ മീതിയുള്ള യെരൂശലേം ഇറങ്ങി വരുമ്പോൾ കർത്താവിനെയും പരിവാരങ്ങളെ സ്വീകരിപ്പാനുള്ള കൂട്ടത്തിലായിരിക്കും നമ്മൾ ഉൾപ്പെടുന്നത്. അതിലെങ്കിലും ഉണ്ടായിരിക്കണം. ജീവോസ്തൽ പേരുണ്ട്, അങ്ങനെ നിത്യജീവനങ്ങൾ യോഗ്യരാകണം. അല്ലാത്തൊരു നരകാഗ്നിയിലാണ് ഉള്ളത്. നിത്യതയിൽ നമുക്കുണ്ടായിരിക്കണം. നാം ലോകത്തെ ജയിച്ചു, ജഡത്തെ ജയിച്ച് നാം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചാൽ പുതിയ നിയമസഭയുടെ വിശുദ്ധന്മാരെ നാം ആ നിലവാരത്തിലാണ് മരിക്കുന്നെങ്കിൽ 60 മേനിക്ക് നാം യോഗ്യരായിരിക്കും. ചന്ദ്രദേശായിരിക്കും പുനരുത്ഥാനത്തിൽ ലഭിക്കുന്നത്. അങ്ങനെയുള്ളവർ എതിർ ക്രിസ്തുവിൻ്റെ ഭണ്ണാരം വരെയുള്ളവർ അവർ ഒന്നാമത്തെ പർദീസിലായിരിക്കും ശ്രമിക്കുന്നത്. എതിർ ക്രിസ്തുവിൻ്റെ ഭണ്ണത്തിൽ ഈ ശേഷിപ്പുണ്ടായിരിക്കും. ഒരു രക്തസാക്ഷികളാകും. അവരാണ് വലതു ഭാഗത്തിൻ്റെ പുത്രനാകുന്ന അതിനുള്ള ബന്ധത്തിൽ കാണുന്നത്. അവരാണ് രണ്ടാമത്തെ നിലവിളക്ക് കാണിക്കുന്നത്. അപ്പോൾ 7 പൊൻനിലവിളക്ക് ആദിയാതന്മാരുടെ സഭ മണവാട്ടി. 2 നിലവിളക്കിൽ ഒന്നാമത്തെ നിലവിളക്ക് കാണിക്കുന്നത് അത് ചന്ദ്രദേശ് പ്രാപിക്കുന്ന സഭയുടെ ആരംഭം മുതൽ രണ്ടാമത്തെ പർദീസയിൽ എത്തിച്ചേരുന്ന വിശുദ്ധന്മാരുള്ള ബന്ധത്തെ വെളിപ്പെടുത്തുന്നു. അവിടെ പുനരുത്ഥാനം നടക്കുന്നത് എതിർ ക്രിസ്തുവിൻ്റെ ഭരണാരംഭത്തിൽ നടക്കുന്ന പുനരുത്ഥാനമാണ്. അവർ പുനരുത്ഥാനം പ്രാപിച്ച് സ്വർഗാസുഖത്തിലേക്ക് എടുക്കപ്പെടുന്നത് 2 സാക്ഷിയുടെ പുനരുത്ഥാനമാണ്. അതിനുശേഷം സഭയുടെ ശേഷിപ്പിൽ നിന്ന് തെളിവ് പ്രാപിക്കുന്നവർ അവർ എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തെങ്കിൽ അവരെ തലയർത്ത് കൊല്ലും. അവർ ഉൾപ്പെടുന്നതാണ്. അവരുടെ ആത്മാക്കളെ സഹോദര പദവിയിലാണ് യാഗപീഠത്തിന് കീഴിൽ വയ്ക്കുന്നത്. അവർ പുനരുത്ഥാനം പ്രാപിക്കുന്ന ഒന്നാമത്തെ പുനരുത്ഥാനത്തിലാണ്. അവർക്ക് ലഭിക്കുന്ന ചന്ദ്രദേശാണ്. അവർ രണ്ടാമത്തെ നിലവിളക്കിൽപ്പെടുന്നു. അവർ മണവാട്ടിയുടെ തോഴിമാരിൽപ്പെടാനുള്ളവരാണ്. അത് പൂർത്തീകരിക്കപ്പെടുന്നു. തോഴന്മാർ ഗണത്തിൽപ്പെടുന്നവരാണ്. ഇപ്പോൾ പർദീസിൽ ഒന്നാം സ്വർഗത്തിൽ വിശ്രമിക്കുന്നവർ. അവർക്ക് ലഭിക്കുന്ന തേജസ് ചന്ദ്രദേശാണ്. അവർക്ക് ലഭിക്കുന്ന തേജസ് നക്ഷത്ര തേജസ്സാണ്. അവർ എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ അവസാനത്തിൽ ആ യോഗ്യതയുള്ളവർ അന്ന് രക്തസാക്ഷിത്വം അവരെ കൊന്നുകളയും. അവരുടെ പുനരുത്ഥാനം രണ്ടാമത്തെ പുനരുത്ഥാനം ഒന്നാം സ്വർഗത്തിലുള്ള ഒന്നാമത്തെ ഒലിവുമരത്തിലുള്ളവർ എല്ലാവരും പുനരുത്ഥാനം സ്വർഗാസുഖത്തിൽ എടുക്കപ്പെടും. അവർക്ക് ലഭിക്കുന്നത് പദവി മണവാളൻ്റെ തോഴമക്കാർ കൊടുക്കപ്പെടുന്നതായിരിക്കും. അതിൻ്റെ രണ്ടാമത്തെ തോഴന്മാരുടെ ഗണത്തിൽപ്പെടുന്നവർ വ്യത്യസ്തമായ നക്ഷത്ര തേജസ്സുള്ളവരാണ്. അവർ എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിൽ ഭൂമിയുടെ ആദ്യഫലമായി രക്തസാക്ഷികളായി സ്വർഗാസുഖത്തിലേക്ക് എടുക്കപ്പെടുന്ന തേജസ്സിന് ഗണത്തിൽപ്പെടുന്നവരാണ്. അപ്പോൾ പുതിയ യേശുവിനുള്ള ബന്ധത്തിൽ നമുക്ക് മന്ദിരം കാണാൻ സാധിക്കുന്നത് കർത്താവാണ് അതിൻ്റെ മന്ദിരം. നീതിസൂനായിരിക്കുന്ന ക്രിസ്തുവിനോട് ചേരുന്നവരാണ് നിർമ്മല കന്യകപ്പെടുന്നവർ. അവർക്ക് ലഭിക്കുന്ന തേജസ് സൂര്യ തേജസ്സാകുന്നു. അവരെയാണ് 7 സകലയാണ്ട് ബന്ധത്തിൽ കണ്ട പൊൻ നിലവിളക്കും തലയ്ക്കുള്ള കുടവും കാണിച്ചിരിക്കുന്നത്. 7 വിളക്കുകൾ കാണിക്കുന്നു, കുഴലുകൾ കാണിക്കുന്നു. അതാണ് ആഗോള സഭയിൽ നിന്ന് തെളിവ് പ്രാപിക്കുന്നവരെ കാണിക്കുന്നത്. അവരെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ വിളക്ക് തൻ്റെ കൂടി ഉണ്ട്. ചുറ്റിലും അതിന് 2 സൈഡിലായിട്ട് 2 ഒലിവുമരത്തെ കാണിക്കുന്നു. എന്നാൽ ഒലിവുമരം മാത്രമല്ല, അവർ 2 പൊന്നാളവും അതുപോലെ തന്നെ 2 ഒലിവ് കൊമ്പുമുണ്ട്. അവർ 2 അഭിഷിക്തന്മാരാണ്. ആരാണെന്ന് വെളിപ്പാട് 11-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിരുന്നു. 2 അഭിഷിക്തന്മാരാകുന്നു. അവരെ 2 ഒലിവുമരവും 2 നിലവിളക്കുമാകുന്നു. ഇതിൽ നിന്ന് മീതിയുള്ള യേശുവിനുള്ള ബന്ധത്തിൽ ഉൾപ്പെടുന്നവരാണ്. സ്ത്രീയെ കാണിക്കുന്നത്
സ്ത്രീയുടെ സന്തതി ശേഷിപ്പെടുന്നവരാണ് ഇവർ ഉൾപ്പെടുന്നത്. ഇവരെല്ലാവരുമാണ് പുതിയ യെരൂശലേമിനോട് ബന്ധപ്പെടുന്നത്. മന്ദിരത്തോട് ചേരുവാനുള്ളവരുണ്ട്, നഗരത്തോട് ചേരുവാനുള്ളവരുണ്ട്, നഗരമതിലിനോട് ചേരുവാനുള്ളവരുണ്ട്, ഗോപുരങ്ങളോട് ബന്ധപ്പെട്ട് ചേരാനുള്ളവരുണ്ട്. നമുക്ക് ലഭിക്കാവുന്നത്, ദൈവകൃപയാൽ നമുക്ക് ലഭിക്കാവുന്നത്, നാം നിത്യജീവന യോഗ്യരാണെങ്കിൽ പൊതുവാന ഭൂമിയിൽ ദൂരദൂരായിട്ട് ഭൗമികദേശത്തിന് മാത്രമേ വരികയുള്ളൂ. അവർ കർത്താവിൻ്റെ മധ്യാകാശം എടുക്കപ്പെടുന്നില്ല. ആ നിലവാരത്തിൽ ജീവിച്ച് മരിച്ചു പോയവരുണ്ട്. ആ കർത്താവിൻ്റെ മധ്യാകാശം നിലവാരത്തിൽ ജീവിക്കുന്നവർ ഈ ഭൂമിയിൽ ശേഷിച്ചിരിക്കും, ഉണ്ടായിരിക്കും, സഭയ്ക്കകത്തുണ്ടായിരിക്കും. അവരിവിടെ ശേഷിപ്പ് ഇവിടെ കാണും. അതുപോലെ തന്നെ 60 മേനിയുള്ളവരുണ്ട്. അവരും കർത്താവിൻ്റെ മധ്യാകാശവരമിൽ എടുക്കപ്പെടത്തില്ല. അവർ ചന്ദ്രദേശം ഭാവിക്കാനുള്ളവരാ. മണവാട്ടിയുടെ ഗണത്തിൽപ്പെടുന്നവരല്ല, തോഴിമാട് ഗണത്തിൽപ്പെടുന്നവരാ. അവരിവിടെ കാണും. അൽത്തകവ് പ്രാപിക്കുന്ന മണവാട്ടി സഭയുടെ അംഗത്തിൽപ്പെടുന്നവർ അവർ എടുക്കപ്പെടും. ആ ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. അതാണ് സെക്കരിയാവിനെ ഘട്ടം ഘട്ടമായിട്ട് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ഓരോന്നായിട്ട് വെളിപ്പെടുത്തി കൊടുത്തു. അത് വെളിപ്പാടത്തിൽ വന്നപ്പോഴത്തേന് നമുക്ക് വളരെ വ്യക്തമായി പുനരുത്ഥാനങ്ങളുടെ ബന്ധത്തിൽ, എടുക്കപ്പെടുന്നവരുടെ ബന്ധത്തിൽ മനസ്സിലായി. ആൺകുട്ടിയെ പ്രസവിക്കുന്ന സൂര്യനെ അണിഞ്ഞ ചന്ദ്രൻ കാൽ കീഴായി തലയിൽ 12 നക്ഷത്രങ്ങളുള്ള സ്ത്രീകളുടെ ബന്ധത്തെ വെളിപ്പെടുത്തിയിട്ട് ആൺകുട്ടിയെ സ്വർഗീയ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു. അത് സകല ജാതികളെയും ഇരുമ്പ് പോലെ കൊണ്ട് മേയ്ക്കാനുള്ളൊരു ആൺകുട്ടിയാണെന്നുള്ളത് വളരെ വ്യക്തമായി വെളിപ്പെടുത്തിയപ്പോൾ വെളിപ്പാട് 12 അധ്യായത്തെ ബന്ധത്തെ പഠിക്കാൻ സാധിക്കുന്നുണ്ട്. രാത്രി ഞാൻ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനത്തിൽ സാത്താനിക മഹോത്സവം എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൻ്റെ പഠനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ 2 ഒലിവുമരങ്ങൾ ആരാണ്, 2 നിലവിളക്കാരാകുന്നു എന്നുള്ളത് മനസ്സിലായി. ഇനി തുടർന്ന് നമ്മൾ ഇപ്പോൾ ഇവരാണ് ശുശ്രൂഷിക്കുന്ന 2 സാക്ഷികളെന്ന് മനസ്സിലായി. ഇനി ഇവരുടെ ശുശ്രൂഷയെക്കുറിച്ചും അത് മനസ്സിലായിട്ടുണ്ട് എന്താണെന്ന്. പക്ഷേ ഇവരെ ആർക്കും കൊല്ലാൻ കഴിയത്തില്ല. ഇവരെക്കുറിച്ചുള്ള കൂടുതൽ ഭാഗങ്ങൾ ദൈവം വെച്ചാൽ എതിർക്രിസ്തുവിൻ്റെ പഠനം എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ, ഈ സാക്ഷികളുടെയുള്ള ബന്ധത്തിലാണ് ഇവരാരാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇവരാരല്ല, ഏലിയാവല്ല, ഹാനോക്കല്ല, ഇവർ മോശയല്ല. ഇവർ 2 സാക്ഷികളുടെ സമൂഹമാണ്. കർത്താവിൻ്റെ പഴയ നിയമത്തിൻ്റെ സാക്ഷ്യം വഹിക്കുന്നവരും അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ സുവിശേഷ സാക്ഷ്യം വഹിക്കുന്നവരും. അവരെ മന്ദിരം പണിയോടുള്ള ആലയം പണിയോടുള്ള ബന്ധത്തിൽ സെക്കരിയാവ് കണ്ടു. അന്നല്ലായിരുന്നെങ്കിൽ ഇപ്പോഴായത് എന്താണെന്നുള്ളത് ഇതിനകത്ത് നാം മനസ്സിലാക്കിയല്ലോ. നമുക്ക് ദൈവത്തിൻ്റെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ബുദ്ധിക്ക് തെളിവായി അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ ആക്ഷേപങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് മുമ്പിലേക്ക് കൊണ്ടുവരണമേ. പഠിപ്പിക്കാവുന്നതിൻ്റെ ലളിതമായ രീതിയിൽ അത് എങ്ങനെ അതിനെ പഠിപ്പിക്കാമോ ആ രീതിയിൽ പരിശുദ്ധമാകുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി തന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഗ്രഹിക്കാത്തതുണ്ടെങ്കിൽ വീണ്ടും ഈ മെസ്സേജ് കേൾക്കുക. അല്ലെങ്കിൽ സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. ബുദ്ധിക്ക് തെളിവായി പരിശുദ്ധമായി വെളിപ്പെടുത്താകട്ടെ. നാം പഠിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ അർത്ഥകമാകുന്ന പരിശുദ്ധമാകുന്ന കുടത്തോട് ബന്ധപ്പെടുത്തി കാണുന്ന തകവാകുന്ന ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദൂതന്മാർ ദൂത് അറിയിക്കുന്ന അപ്പോസ്തോലിക സൂക്ഷികളുടെ ബന്ധത്തിൽ വെളിപ്പെടുത്തി വിളക്ക് തന്നിൻ്റെ തലയ്ക്കലുള്ള ഭാഗമായി തിരുവാൻ, തലയാകുന്ന ക്രിസ്തുവിനോട് ചേരുവാൻ ഉള്ളവരെയാണ് ക്രിസ്തുവാകുന്ന വിളക്ക് തന്നിനോട് ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് പണിതെടുക്കുന്നത്. ക്രിസ്തുവാകുന്ന തലയോളം വളരണമെന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥമാണ് സെക്കരിയാവ് വരച്ചു കാട്ടിയിരിക്കുന്നത്. ആ ക്രിസ്തുവിൻ്റെ തികഞ്ഞ പ്രായത്തിലേക്ക് എത്തുവാൻ രാത്രി ദൈവാഹ്വാനം ചെയ്യുക. ആ തികഞ്ഞ പുരുഷത്തിലെത്തുവാൻ നമ്മൾ ക്രിസ്തുവിൻ്റെ തലയോളം വളരണം. അങ്ങനെയല്ലേ വിളക്ക് തണ്ടാകുന്ന പൊന്നുകൊണ്ട് വിളക്ക് തണ്ടിൻ്റെ തലയ്ക്കൽ കാണുന്ന കുടം, അതിൽ കാണുന്ന 7 വിളക്കുകളും അതിനോട് ചേർന്നിരിക്കുന്ന 7 കുഴലുകളും മനുഷ്യവംശത്തിൽ നിന്ന് അറിവില്ലാത്തവരായിരുന്ന ബോഷന്മാരായിരുന്നു നമ്മെ ദൈവജ്ഞാനികളാക്കി തീർക്കുന്നത് ഈ ക്രിസ്തുവിൻ്റെ സ്നേഹമാകുന്ന അവൻ്റെ രക്തത്തിൻ്റെ ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവാകുന്ന ആത്മാവിൻ്റെ ജ്ഞാനം കൊണ്ടുമാണ് നമ്മെ ക്രിസ്തുവിൻ്റെ തലയോളം വളരുമാറാക്കുന്നത്. രാത്രി നിങ്ങൾക്ക് ആ ദർശനം കാണുവാൻ കഴിയുമോ? സെക്കരിയാവ് കണ്ട ആ ദർശനത്തിൽ തലയ്ക്കൽ കണ്ട ആ പൊൻനിലവിളക്കൊണ്ടുള്ള ക്രിസ്തുയേശുവാകുന്ന സഭയുടെ ഉടമസ്ഥനായിരിക്കുന്നവൻ്റെ തലയ്ക്കൽ കാണുന്ന ആ പരിശുദ്ധാത്മാവുന്ന കുടവും അതിനോടനുബന്ധമായി കാണുന്ന ആഗോള സഭയിൽ നിന്ന് തികവ് പ്രാപിക്കുന്നവരുമായി തീരുവാൻ ദൈവമായ കർത്താവ് നമുക്ക് പരിജ്ഞാനം തന്നു നമ്മെ അതിലേക്ക് വളർത്തുമാറാകട്ടെ. അതിനുള്ള ബന്ധമാണ് ഈ 7 കുഴലുകളുടെ ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് നമുക്ക് യഥാർത്ഥമായി പഠനം നൽകുമ്പോൾ നാം ആരെ പോലെയായിത്തീരും, ആരുടെ എത്രയും വളരും.
ക്രിസ്തുവിൻ്റെ തലയോളം വളരുവാൻ സാധിക്കും. എത്ര വ്യക്തമായ വെളിപ്പാടാണ് സെഖര്യാവ് പ്രവചിച്ചത്. അതിൽ പങ്കാളിയെ തീരുവാൻ ഭോഷന്മാരായ, അജ്ഞാനികളായ, ഒന്നിനും കൊള്ളാതിരുന്ന, ലോകത്തിൻ്റെ വെറും ചവറുകളായ നമ്മെ, എന്ന് പറഞ്ഞാൽ വെടക്കുകളായ നമ്മെ യേശുവിൻ്റെ സ്നേഹത്താൽ വിളിച്ചെടുത്ത് നമ്മെ അവൻ്റെ ക്രിസ്തുവിൻ്റെ തലയോളം വളരുവാനുള്ള വലിയ പദവിയിലേക്ക് നമ്മെ ഉയർത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ചിന്തകൾക്കായി രാത്രി എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? നാം എത്രമാത്രം താഴ്ത്തപ്പെടണം, എത്രമാത്രം വിനയത്തോടെ പറയണം, കർത്താവേ ഞാനിതൊന്നൊരു യോഗ്യനല്ല കർത്താവേ, എനിക്ക് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയത്തില്ല, ഇവിടുത്തെ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് മറ്റൊന്നും അറിയത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ കൃപമുഖാന്തരമായി ക്രിസ്തുവിൻ്റെ പൊൻ തണ്ണുകൊണ്ടുള്ള വിളക്കിൻ്റെ തലക്കിലുള്ള പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനോട് സദൃശന്മാരാകുന്നവരെ അവൻ്റെ തലയോളം വളരുവാൻ ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് നമ്മൾ വ്യാപരിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. എല്ലാ കരങ്ങളും ഉയർത്തി നിങ്ങൾക്കിത് ഗ്രഹിച്ചെങ്കിൽ അതെ, തികഞ്ഞ പ്രായത്തിലേക്ക് എത്തുവാൻ, അവൻ്റെ തലയോളം വളരുവാൻ, അവൻ്റെ സഭ ഈ ദിവസങ്ങളിൽ സജ്ജമായി തരുവാൻ ദൈവാത്മാവ് ഒഴുക്കിത്തരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്തിൻ്റെ വചനങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് സമർപ്പിക്കാം. അശുദ്ധിയെ നീക്കി വിശുദ്ധിയെ തികച്ചുകൊണ്ട് ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കാം. ദൈവമായ കർത്താവ് വചനങ്ങളാൽ നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.